എന്നെ വളരെ ആകർഷിച്ചത് ഈ പ്രോഗ്രാമിന് നിങ്ങളുടെ പേരാണ്, സിഗ്നേച്ചർ. കഴിഞ്ഞ ഒരു വൈദിക സംഘത്തിന് വേണ്ടി ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ അവസാനിപ്പിച്ചത് ഇതാണ്: ഞങ്ങളുടെ പട്ടംകൊട ശുശ്രൂഷകൾ നടക്കുമ്പോൾ, നിങ്ങളും പട്ടംകൊടകളിലൊക്കെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കും, ശമാശപട്ടമായാലും വൈദിക പട്ടമായാലും നടക്കുമ്പോൾ, തിരുമേനി ആ ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഇതൊക്കെയും നീ സമ്മതിക്കുന്നു എന്നുള്ളതിന് വന്ന് ഈ പേനായിൽ നിൻ്റെ ഒപ്പ് ചാർത്തുക, ബുക്കിൽ ഒപ്പിടാൻ പറയും. ആ ഒപ്പിടുന്നത്, സിഗ്നേച്ചർ ഇടുന്നത് കുരിശാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ഇടുന്ന ഒപ്പുകളെല്ലാം പേരിൻ്റെ ഒപ്പാണ് താൻ. പക്ഷെ പട്ടംകൊട ശുശ്രൂഷയിൽ ഒപ്പിടുമ്പോൾ ഞങ്ങൾക്ക് ഏതൊക്കെ പേരുകളുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും ഇട്ടത് ഒറ്റ ഒപ്പാണ്. എന്താണത്? കുരിശാണ്. സത്യത്തിൽ നമ്മുടെ ദേഹത്തൊക്കെ വീണ് കിടക്കുന്ന ഒരു സിഗ്നേച്ചറുണ്ട്. അങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വ്യക്തിത്വം, നമ്മൾ ആദ്യം കമ്പയർ ചെയ്തപ്പോൾ പറഞ്ഞു, സിഗ്നേച്ചർ ഒരാളുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ വ്യക്തിത്വം പിന്നെ ഞങ്ങളുടേതല്ല. ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെയാണ് കാണേണ്ടത്. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ വ്യക്തിത്വം ഇനിമേൽ എൻ്റേതല്ല. ഒരു പുരോഹിതനായി കഴിയുമ്പോൾ എന്നെ കാണുന്ന ഒരാൾ, എൻ്റെ സിഗ്നേച്ചർ എന്നിൽ കാണുന്നത് എന്തായിരിക്കണം? ക്രിസ്തുവിനെയായിരിക്കണം. അതുപോലെയാണ് യുവജനങ്ങൾ. ഓരോ ക്രിസ്ത്യാനിയിലും വീണ് കിടക്കുന്ന ഒരു മുദ്രയുണ്ട്, ഒരൊപ്പുണ്ട്. ആ ദൈവത്തിൻ്റെ കയ്യൊപ്പ് വീണ മനുഷ്യരാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മളെ കാണുന്നവർ നമ്മുടെ വ്യക്തിത്വത്തിനും അപ്പുറം നമ്മളിലൊരു ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം കഴിയുന്ന നിലയിൽ മാറുമ്പോഴാണ് നമ്മുടെ യൗവനമൊക്കെ ദൈവത്തിൻ്റെ മുമ്പിലും സഭയിലും ആഘോഷമായി മാറുന്നത്. അങ്ങനെ പരിശുദ്ധനായ പൗലോസ്ലീഹ വളരെ ആത്മാർത്ഥതയോടെ സാക്ഷ്യം പറഞ്ഞൊരു യൗവനക്കാരനാണ് തീമോത്തിയോസ്. ചെറുപ്പക്കാരനാണ്, യൗവനക്കാരനാണ്. സഭാ ശുശ്രൂഷയിൽ പൗലോസ് സ്ഥാപിച്ചിട്ട് പോയ സഭകളിലൊക്കെ പിന്നീട് ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം ഗൗരവത്തോടെ പൗലോസ് ഏൽപ്പിച്ചിട്ടുള്ളത് തീമോത്തിയോസിനെയാണ്. ഇന്ന് പ്രത്യേകമായി എന്നോടൊരു വിഷയം പറഞ്ഞില്ലെങ്കിലും എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞത് ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. യൗവനക്കാരുടെ ജീവിതം ക്രിസ്തുവിനോടൊപ്പം എന്നൊരു ചിന്തയെപ്പറ്റി പറയണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വേദഭാഗം എനിക്ക് തോന്നിയത്, ഈ പരിശുദ്ധനായ പൗലോസ് അവൻ ഏറ്റവും സാക്ഷ്യം തോന്നിയ യൗവനക്കാരൻ എന്ന നിലയിൽ തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തീമോത്തിയോസ് 4-ാം അധ്യായം 12-ാം വാക്യം പ്രകാരമാണ് എഴുതുന്നത്. തീമോത്തിയോസിനോട്, ഒരു ചെറുപ്പക്കാരനോട് പൗലോസ് പറയുകയാണ്, സഭാ ശുശ്രൂഷയിലായിരിക്കുന്ന, സഭയിൽ ജീവിതം നയിക്കുന്ന യൗവനക്കാരോട് പൗലോസ് പറയുകയാണ്, ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ലെറ്റ് നോ വൺ ഡിസ്പൈസ് യുവർ യൂത്ത് ബട്ട് ബി ആൻ എക്സാമ്പിൾ ടു ദ ബിലീവേഴ്സ് in speech, in conduct, in charity or love, in faith and in purity. നിങ്ങളുടെ വാക്കിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ നടപ്പിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ, നിങ്ങളുടെ നിർമ്മലതയിൽ, നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങളെല്ലാവർക്കും മാതൃകയായിരിക്കും. ഇങ്ങനെയുള്ളൊരു ജീവിതമാണ് ക്രിസ്തുവേശുവിലുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ കോളേജിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. SFIയിൽ നിന്നോ KSUവിൽ നിന്നോ മറ്റ് യുവജന സംഘടനകളിൽ നിന്നോ ഈ OCYMനെയും NGOCSMനെയും ഒക്കെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഘടകം എന്താണ്? എന്താണ്? എല്ലാത്തിനും വിദ്യാർത്ഥികളും യുവജനങ്ങളും തന്നെയാണല്ലോ. എന്താണ്? അതിനിടയ്ക്കുള്ള ഒരു വാക്കാണ് ഓർത്തഡോക്സ്. അടുത്ത വാക്ക് തന്നെ ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെൻറ്റ്. അതിനിടയ്ക്കുള്ള ആ ക്രിസ്തു സാന്നിധ്യമാണ് ഇതിനെ സഭയോട് ബന്ധപ്പെടുത്തുന്നത്. ഇതിനകത്തുനിന്ന് ഈ ക്രിസ്തു സാന്നിധ്യം ഇല്ലാതായാൽ ഇതും മറ്റ് യുവജന സംഘടനകളും തമ്മിൽ
യാതൊരു വ്യത്യാസവും ഇല്ലാതാവും. അതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനെയൊക്കെ സഭയുമായും ക്രിസ്തുവുമായും ചേർത്ത് നിർത്തുന്നത് ഇതിനിടയ്ക്കുള്ള ഈ ക്രിസ്തു സാന്നിധ്യമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതറിഞ്ഞോ അറിയാതെയോ ആ ബോധ്യങ്ങളിൽ നിന്ന് നമ്മളും സംഘടനയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ശൈലികളും ഒക്കെ മാറിപ്പോകുമ്പോൾ വളരെ ഗൗരവപൂർവം നമ്മൾ നമ്മുടെ ബോധ്യങ്ങളിൽ നിന്ന്, നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് അകലുന്നുണ്ടോ എന്നൊരു ചിന്ത നമുക്കുണ്ടാകേണ്ടത് ഏറെ ആവശ്യമാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് എപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് പ്രായമാകാത്തൊരു ദൈവമാണ്. എപ്പോഴും യൗവനക്കാരനായ ജീസസ് ഈസ് ഓൾവേസ് എ യൂത്ത്, ഇല്ലേ? ക്രിസ്തുവിന് 33 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. അപ്പോൾ തീർച്ചയായും യൗവനക്കാർക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന യൗവനക്കാരനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്കൊരു സുഹൃത്തായിട്ട് കാണുവാൻ കൊണ്ട് കഴിയുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഈ വലിയ ദൈവസങ്കല്പങ്ങൾക്കുമൊക്കെ അപ്പുറം നമ്മുടെ ആത്മീയത, പ്രത്യേകിച്ചും യൗവനത്തിൽ കുറച്ചുകൂടി ആഴമുള്ളതാകണമെങ്കിൽ വി ഹാവ് ടു ബിൽഡ് അപ്പ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അങ്ങനെ പ്രത്യേകം എടുത്തു പറയാം. അതിന് ഏറ്റവും സഹായിക്കുന്നത് ദൈവവും അടിയാനും എന്നൊരു ബന്ധത്തിനും അപ്പുറം ക്രിസ്തുവുമായൊരു സൗഹൃദമുണ്ടാകുന്ന ഒരു ആത്മീയതയാണ്. ഒരു സുഹൃത്തെന്ന പോലെ ദൈവത്തോടും ക്രിസ്തുവിനോടും നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുവാൻ ഇത്രമാത്രം അടുപ്പമുള്ളൊരു ദൈവം നമുക്ക് മറ്റില്ല. അതുകൊണ്ട് യൗവനത്തിലെ നമ്മുടെ പ്രശ്നങ്ങൾ, മറ്റാരോടും പങ്കുവെക്കുവാൻ അഴിയാത്ത പ്രശ്നങ്ങൾ പോലും ക്രിസ്തുവിനോട് പങ്കുവെക്കുവാൻ കൊണ്ട് കഴിയും എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മുടെ യൗവനം തുച്ഛീകരിക്കപ്പെടുകയാണ്. നമ്മുടെ യൗവനത്തെ വിലയില്ലാതാക്കി കളഞ്ഞത് നമ്മൾ തന്നെയാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് കവിയാണല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ശ്രദ്ധേയമായൊരു വാചകം, വെന്തുപോയ വാഗമരങ്ങൾക്കും കണ്ണുപൊട്ടിയ വഴിവിളക്കുകൾക്കും കീഴിലൂടെ ജീവനോടെ തൊലിയുരിക്കപ്പെട്ട എൻ്റെ യൗവനം പാഞ്ഞു പോവുകയാണ്. വെന്തുപോയ വാഗമരങ്ങൾ അർത്ഥമാക്കുന്നത് ഫലങ്ങളൊന്നുമില്ല, എല്ലാം കരിഞ്ഞു നിൽപ്പാണ്. തണൽ നൽകേണ്ട കാലങ്ങളും ആളുകളും ഒക്കെ കരിഞ്ഞു നിൽപ്പാണ്. പിന്നെ പറയുന്നത് കണ്ണുപൊട്ടിയ വഴിവിളക്കുകളാണ്, വെളിച്ചമൊന്നുമില്ല, ഇരുട്ടാണ്. അപ്പം വെളിച്ചം നൽകേണ്ടവരും തണൽ നൽകേണ്ടവരുമൊക്കെ വെളിച്ചമില്ലാതെ കണ്ണുപൊട്ടിയും ഫലമില്ലാതെ തണലില്ലാതെ നിൽക്കുമ്പോഴും അതിനിടയ്ക്ക് കൂടി ഒരാശ്രയവും കണ്ടെത്താതെ എൻ്റെ യൗവനം ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. ഇവിടെ വളരെ ഗൗരവപൂർവം നമ്മൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ യൗവനം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ദൈവത്തോടൊപ്പമുള്ള ക്രിസ്തുവിലായിത്തീരുന്ന ജീവിതത്തെപ്പറ്റി, നാം സഞ്ചരിക്കേണ്ട വഴികളെപ്പറ്റി ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പൗലോ കൊയ്ലോ ലോകം ആദരിക്കുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, കടന്നു വന്ന വഴികളിൽ ഒന്നും തിരുത്തുവാൻ കഴിവില്ലാത്ത പാപമനുഷ്യരാണ് നമ്മൾ. തിരിച്ചു പോയി നമ്മൾ ചെയ്ത ഒരു കാര്യവും നമുക്ക് തിരിച്ചാ കാലത്തിലേക്ക് പോയി തിരുത്താൻ പറ്റില്ല. പിന്നീട് അദ്ദേഹം പിന്നെയുള്ളൊരു സാധ്യത, മുമ്പിലുള്ള 1000 വഴികളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക എന്നതാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് തെറ്റുകളൊക്കെ വന്നു കാണും. നമ്മൾ മനുഷ്യരാണ്. ഈ ലോകത്തിൽ, യൗവനത്തിൽ, ഈ ശരീരത്തിലൊക്കെ ജീവിക്കുമ്പോൾ വീഴ്ചകളും പോകാത്ത വഴികളും ഇടറിപ്പോയ വഴികളുമൊക്കെ നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടാകാം. അവിടെയാണ് എഴുത്തുകാരൻ പറയണത്, പുറകോട്ട് പോയി അതൊക്കെ തിരുത്താൻ നമ്മുടെ മാനുഷിക ജീവിതത്തിൽ സാധ്യമല്ല. ഇനി എന്താണ് അവശേഷിക്കുന്നത്? എന്താണ്? മുമ്പിൽ 1000 വഴികളുണ്ട് ഇനി ഈ ജീവിതം തീർക്കാൻ. അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വഴിയെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അച്ഛൻ പറഞ്ഞ് തുടങ്ങിയിടത്ത് എൻ്റെ ചിന്തകളിലേക്കുള്ളൊരു പ്രവേശനം ധാരാളമായി കിടപ്പുണ്ട്. തിരഞ്ഞെടുപ്പുകളെ പറ്റിയും വഴികളെ പറ്റിയും യൗവനമാകുന്ന വനത്തെപ്പറ്റിയും ഒക്കെ അച്ഛൻ പറഞ്ഞത് എൻ്റെ വിഷയത്തിലേക്കുള്ള അക്ഷരാർത്ഥത്തിലുള്ള വാതിലാണ്. യൗവനം നമുക്കറിയാം, ഒരുപാട് പ്രതീക്ഷകളാണ്. നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ വായിച്ച മനോഹരമായൊരു വരി എന്ന് പറയുന്നത്, ഒരുപക്ഷെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ലോകത്തിലേക്ക് ഇങ്ങനെ ദൈവം രാവിലെ സ്വർഗം തുറന്ന് നോക്കുമ്പോൾ അവൻ ഏറ്റവും ആനന്ദം പകരുന്ന കാഴ്ച എന്താണെന്ന് ഒരാൾ എഴുതി വെച്ചത് ഇപ്രകാരമാണ്. അവനിങ്ങനെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ
അവൻ്റെ മുമ്പാകെ കൈകൂപ്പി നിൽക്കുന്ന ഒരു യൗവനക്കാരനെ കാണുന്നതാണ് ക്രിസ്തുവിന് ഏറ്റവും മനോഹരമായ കാഴ്ച. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമായിരിക്കും, വാർദ്ധക്യത്തിലുള്ളവരും വിളിക്കുമായിരിക്കും. പക്ഷെ ദൈവം ആനന്ദത്തോടെ കാണുന്ന ഏറ്റവും നല്ല മൊമെൻ്റ് ഒരു യൗവനക്കാരൻ, ഒരു യുവാവ്, ഒരു യുവതി അവൻ്റെ ഏറ്റവും നല്ല പ്രായത്തിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു ചിത്രമുണ്ടെങ്കിൽ അതെത്ര പ്രതീക്ഷ നൽകുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളും കണ്ടു കാണും, യുക്രൈനിലെ ആ യുദ്ധം നടന്ന സമയത്ത് തകർന്നു പോയ ഒരു കുരിശടിയുടെ മുമ്പിൽ നിന്നൊരു കൊച്ചു കുഞ്ഞ്, നിങ്ങൾ ഒരുപക്ഷെ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കാണും. അവൻ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നത്, ചുറ്റുപാടും യുദ്ധം നടക്കുമ്പോഴും ഒരു കൊച്ചു കുഞ്ഞ് ആ ഒരു ഗ്രോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു എത്ര പ്രത്യാശയാണ് നൽകിയത് ആ സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഇത് വളരെ മനോഹരമായ ഒരു എഴുത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പോപ്പ് ഷെനൂഡ നമുക്കറിയാമല്ലോ, ഈജിപ്തായ സഭയുടെ, ഈജിപ്തിലെ കോപ്റ്റിക് ചർച്ചിൻ്റെ ലോകം ആദരിക്കുന്ന വിശുദ്ധനായ, ഏറ്റവും വിശുദ്ധനായ പോപ്പ് ഷെനൂഡയുടെ പ്രസംഗങ്ങളും എഴുത്തുകളും ഒക്കെ നിങ്ങൾ വായിക്കണം, യൂട്യൂബിലൊക്കെ കാണാം. അത്ര സന്യാസി, വർഷത്തിൽ 6 മാസത്തോളം അദ്ദേഹം മരുഭൂമിയിലായിരിക്കും. സന്യാസാശ്രമത്തിൽ പോയി ധ്യാനിച്ചിട്ട് ബാക്കി 6 മാസമാണ് അദ്ദേഹം ഭരണത്തിന് വേണ്ടി വരുന്നത്. ഇപ്പോൾ ഞാൻ അതിലേക്കല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായൊരു വരിയുണ്ട്. എ ചർച്ച് വിത്തൗട്ട് യൂത്ത് ഈസ് എ ചർച്ച് വിത്തൗട്ട് ഫ്യൂച്ചർ. മോർ ഓവർ, യൂത്ത് വിത്തൗട്ട് എ ചർച്ച് ഈസ് യൂത്ത് വിത്തൗട്ട് ഫ്യൂച്ചർ. നിങ്ങൾ വിചാരിക്കും ആദ്യത്തെ കാര്യം എല്ലാവരും പറയുന്നതാണ്, ഇല്ലേ? എല്ലാവരും പറയുന്നതാണ്. എ ചർച്ച് വിത്തൗട്ട് യൂത്ത്, പള്ളിയിൽ യൗവനക്കാരില്ലാത്ത സഭ അല്ലെങ്കിൽ പള്ളി, അതിനൊരു ഭാവിയില്ല. പക്ഷെ അദ്ദേഹം ചേർത്ത് പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയാമോ? എ യൂത്ത് വിത്തൗട്ട് ചർച്ച് ഈസ് എ യൂത്ത് വിത്തൗട്ട് ഫ്യൂച്ചർ. പള്ളിയില്ലാത്ത യൗവനമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? ഒരു ഭാവി ഉണ്ടാവില്ല. തിരിച്ചാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കും. പക്ഷെ ഇത് നമ്മളെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് യുവത്വം നഷ്ടപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ചെറിയ ആശങ്കകളൊക്കെയാണ് ഇതൊക്കെ കാണുമ്പോൾ. ഇനിയൊക്കെ ഇങ്ങനെ പിള്ളേരോട് യൂത്തിൻ്റെ ക്ലാസ്സിനൊക്കെ പോകാമോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു സംഭവമാണ്. ഇത് കൊച്ചച്ഛന്മാരാണ്, പക്ഷേ ഇതൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ അവർക്കും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആരും അത് ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഈ സാധനം അങ്ങനെയൊക്കെ പോകണം എന്നാഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ആധ്യാത്മികതയും സദാചാരബോധവും ധാർമ്മികതയും സാൻമാർഗികതയും ലക്ഷ്യബോധവും ഒക്കെയുള്ളൊരു യുവത്വം നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മളൊക്കെ യൗവനക്കാരായിരുന്നല്ലോ. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ യുവത്വം ഒന്നാമത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ്. ഇല്ലേ? ചുമ്മാതായാലും വീട്ടിലോ പള്ളിയിലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് പറയുകയാണ്, നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു അന്തസത്ത ആ അപ്പച്ചൻ മനസ്സിലാക്കിയില്ലല്ലോ, അല്ലേ? നമ്മൾ പറഞ്ഞുകൊണ്ട് ചെന്നതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി ആ കമ്മിറ്റിക്കാർ മനസ്സിലാക്കിയില്ല. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അങ്ങോട്ട് അത് ഇല്ലേ, എന്താണ് അത്, നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടും. മുൻവിധികളോടുകൂടി മാത്രം നമ്മളെ സമീപിക്കുന്ന ഒരുപാട് ഇടങ്ങൾ നമ്മുടെ ജീവിത പരിസരങ്ങളിലുണ്ട്. നിഷേധികളായും എടുത്തുചാട്ടക്കാരായും ചോദ്യം ചെയ്യുന്നവരായും പക്വതയില്ലാത്ത പിള്ളേരായിട്ടും ഒക്കെ നമ്മളെ പെട്ടെന്ന് അങ്ങ് മാറ്റി നിർത്തും, ഇല്ലേ? പക്ഷെ കുറച്ചൊക്കെ നമ്മുടെ കയ്യിലിരിപ്പും അതിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വളർന്നു കഴിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ അന്ന് ഞാൻ യൂത്തിലൊക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ചെന്ന് പള്ളിയിലൊക്കെ പറയുമ്പം അവർക്ക് ഒരുമാതിരി എങ്ങനെയാണ് ചിന്തിച്ചിരുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ശൈലികളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതിപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതും നമ്മൾ പരസ്പര പൂരകമായി അതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒന്നാമത് യൗവനം തീർച്ചയായും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. നമ്മുടെ ഈ വൈലോപ്പള്ളി ശ്രീധര മേനോൻ്റെ ഒരുപാട് നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കവിതയാണല്ലോ ഈ മാമ്പഴം, അല്ലേ? അതിലവസാനം ആ കുഞ്ഞ് ആ തല്ലിപ്പറിച്ചപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞു. അപ്പം അവസാനം ആ പൂത്തു നിന്ന സമയത്ത് കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ അതിനിടയ്ക്ക് പറയുന്ന ഒരു 4 വരികളുണ്ട്. മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ല് കൊള്ളാഞ്ഞിട്ടല്ലോ എന്ന് പറയുന്നു. അതിനമ്മ സങ്കടം പറയുന്നൊരു കാര്യമാണ്. സത്യത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പൂങ്കലയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഏത് മാവിലെ മാങ്ങയാകേണ്ട കൊച്ചു മാങ്ങകളും പൂങ്കുലയായിട്ട് ഇങ്ങനെ മാവിൽ നിൽക്കുമ്പോഴാണ്
അപ്പോൾ അമ്മ പറയുകയാണ്, അത് ഈ കുഞ്ഞ് എന്ന് വടി കൊണ്ടെടുത്ത് തല്ലിക്കളയുകയാണ്. അപ്പോൾ അമ്മ സങ്കടപ്പെടുന്നത്, മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്ന് എടുക്കേണ്ടവനാണ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പക്വത എത്തിയിട്ട് ഈ ഫലം പറിക്കാവുന്നതാണ്. അന്ന് നമ്മളെയൊക്കെ വഴക്ക് പറഞ്ഞ അപ്പച്ചന്മാരും അച്ഛന്മാരും ഒക്കെ ചിന്തിച്ച കാര്യം അതാണ് കേട്ടോ. ഇത്ര പക്വതയില്ലാതെ വന്ന് ഈ പരിപാടി ഇപ്പം പറയേണ്ട കാര്യമില്ല. അവരുടെ ദേഷ്യത്തിൻ്റെ പുറകിലുള്ള കാര്യം അത്രയേ ഉള്ളൂ. മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കാനാണ് നിങ്ങൾ പരുവപ്പെടേണ്ടത്. പക്ഷേ ഇപ്പം ഈ പരിപാടി കാണിക്കുന്നതാണ്, മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ട മക്കള് ഇപ്പം ഈ പൂങ്കുല തല്ലുന്നത്. അടുത്ത വാക്ക് അവർ മിക്കവാറും വീട്ടിലൊക്കെ നമ്മളോട് പറയുന്നതാണ്, എന്താണ്? തല്ല് കൊള്ളാഞ്ഞിട്ടല്ലോ, അല്ലേ? തല്ല് കൊള്ളാഞ്ഞിട്ടാണ് ഇപ്പം ഈ പക്വതയില്ലാത്ത സമീപനങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാകുന്നത്. അപ്പം പക്വതയില്ലെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങളാണെങ്കിലും സത്യമാണെങ്കിലും ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. രണ്ടാമത്, ഈ തെറ്റിദ്ധരിക്കപ്പെടുന്നത് പോലെ തന്നെ രണ്ടാമത്തെ യുവത്വം ഒരു പ്രതിസന്ധികളുടെ കാലഘട്ടമാണ്. അത് നമ്മൾ സാധാരണ പറയുന്ന ജീവിതം വഴിമുട്ടുന്നൊരു പ്രതിസന്ധിക്കും അപ്പുറം രണ്ട് തരത്തിലുള്ള പ്രതിസന്ധികൾ യൗവനത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. ഒന്ന് നമ്മുടെ ശാരീരിക വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇല്ലേ? നമ്മുടെ വൈകാരിക പ്രശ്നങ്ങൾ, പെട്ടെന്ന് നമ്മുടെ ശരീരവും അതിൻ്റെ ഹോർമോൺ ചേഞ്ചും ഒക്കെ വരുമ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ രൂപപ്പെട്ടു വരുന്നൊരു വ്യക്തിത്വത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്നാൽ ആരോടും പറയാൻ പറ്റത്തില്ല, അപ്പനോടും അമ്മയോടും പറയാൻ അങ്ങോട്ട് തോന്നുകയില്ല, ചേട്ടനോ ചേച്ചിയോട് ചോദിക്കാമെന്ന് വെച്ചാൽ അത് നടക്കുകയില്ല. പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി നമ്മളിങ്ങനെ ഒരു ആന്തരിക സംഘർഷങ്ങളിൽ പോകുന്ന ഒരു കാലഘട്ടം. തീർച്ചയായും അതൊരു പ്രതിസന്ധിയാണ്. നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഭാരതത്തിലെ ചുറ്റുപാടിൽ അധികം തുറന്നു പറയാനാവാത്ത ഒരു പ്രതിസന്ധികൾ നമ്മുടെ യൗവനക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഈ മാതാപിതാക്കളുടെ മൂല്യങ്ങളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇല്ലേ? അത് ശരിക്കും ഉള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഈ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പിള്ളേർ ബേസിക്കലി പാവമാണ്, പക്ഷേ ഈ മാതാപിതാക്കളും അവരുടെ ഉദ്ദേശശുദ്ധിയും കറക്റ്റാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ ഒന്ന് കൺവേർജ് ചെയ്യപ്പെടുന്ന ഇടങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ. അതൊരു വലിയ ക്ലാഷുകളിലേക്ക് പോകുന്നുണ്ടെന്നുള്ള സംശയമൊന്നും. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, അതാകുമ്പോൾ ആരെയും കുറ്റം പറയേണ്ടത്. എൻ്റെ പപ്പായും ഞാനും തമ്മിൽ 2 ജനറേഷൻ ഗ്യാപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിസംബർ 7 എൻ്റെ പപ്പായുടെ ബർത്ത്ഡേ, ഡിസംബർ 11 എൻ്റെ. പക്ഷേ വർഷത്തിൻ്റെ കണക്ക് വ്യത്യസ്തമാണ്. എനിക്ക് പ്രായപൂർത്തിയായപ്പം പപ്പായ്ക്ക് ഷഷ്ടിപൂർത്തിയായി. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് 18 വയസ്സുള്ളപ്പം പപ്പായ്ക്ക് 60 വയസ്സായി. അപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ട് വരുന്ന സമയത്ത് 65 വയസ്സായ പപ്പായ വേണം. എന്ത് കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എന്നെ കാണുമ്പോൾ അറിയാമല്ലോ, ഞാനൊരു പാവ മനുഷ്യനാണ്. ബേസിക്കലി അങ്ങനെ തെറ്റിപ്പാനുള്ള വലിയ വഴികളൊന്നുമില്ല. അന്നും ഇങ്ങനെയൊക്കെ ഇടപെട്ട് പോകുമ്പം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വീട്ടിൽ പറയുമ്പോൾ നമ്മളോളം പ്രശ്നക്കാരനായ ഒരാളില്ല എന്ന നിലയിലുള്ള സമീപനം തിരിച്ചു വരും. പിന്നെ നമ്മൾ നമ്മുടെ മുറി കയറി ഇത് ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന നിലയിലിരിക്കും, ഇല്ലേ? ബേസിക്കലി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാമെന്ന്. പക്ഷേ ഇന്ന് എൻ്റെ അപ്പൻ ബെഡ്റിഡനായിട്ട് 4 മാസമായി. പപ്പ കട്ടിൽ കിടപ്പാണ്. ഇപ്പോൾ റെസ്പോൺസ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു പ്രയാസത്തിലായിരുന്നു. അങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ കാലുകൾ കാണുമ്പോൾ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട കൈകൾ കാണുമ്പോൾ, അപ്പനെ ശുശ്രൂഷിക്കുമ്പോൾ, ഞാൻ അപ്പം പറഞ്ഞ ഭാഷയിൽ നിന്നുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ന് കണ്ട് ഞാൻ ചിന്തിക്കുമ്പോൾ അപ്പം പറഞ്ഞതിനകത്തൊക്കെ ഒരുപാട് ശരിയുണ്ടായിരുന്നു എന്ന കാലം എനിക്ക് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഇതെല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. പക്ഷെ ആ സമയത്ത് ഇന്നത്തെ പ്രതികരണങ്ങൾ വല്ലാതെ പേടിപ്പിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പനെ അടിച്ചു കൊല്ലുക, അമ്മയെ എടുത്ത് കിണറ്റിലിടുക, ഇതൊക്കെ നമ്മൾ വായിക്കുന്നതാണല്ലോ. ഈ അടുത്ത സമയത്ത് തന്നെ പേപ്പറിലൊക്കെ വന്നതാണ്. പ്രതികരിക്കാമോ അങ്ങനെ എന്നതാണ് ചോദ്യം. അതുകൊണ്ട് യൗവനം തീർച്ചയായും ഈ പ്രതിസന്ധികളുടെ കാലഘട്ടമാണ്. പക്ഷേ പക്വതയോടെയുള്ള പ്രതികരണങ്ങൾ നമ്മിലും പലപ്പോഴും ഉണ്ടാകുന്നില്ല. പിന്നെ ജീവിത ലക്ഷ്യത്തെ, ജോലിയെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ നമുക്ക് വല്ലാതെയുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും എല്ലാ യൗവനത്തിനുമുള്ള പ്രധാനപ്പെട്ട ഒരു ആശങ്ക, പഠിച്ചു കഴിഞ്ഞാലും പഠിക്കുന്ന സമയത്ത് ഒരു നല്ല ജോലിയും ജീവിതത്തെ സംബന്ധിച്ചുള്ള ആശങ്കകളുണ്ട്. ഞാൻ കൂടുതൽ വിശദമാക്കുന്നില്ല. പിന്നെ ഈ പറയുന്നത് പോലെ ഓപ്പോസിറ്റ് സെക്സിലുള്ളവരുമായിട്ട് ഇടപെടുമ്പോഴുണ്ടാകുന്ന സംഘർഷങ്ങളും വൈകാരിക ബുദ്ധിമുട്ടുകളും, എല്ലാവർക്കും അതിൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറവുമൊക്കെ കുഞ്ഞുങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുള്ള വിഷയങ്ങളാണ്. എല്ലാവരും ആ വിഷയത്തിൽ ഒരുപോലെയല്ല. ചിലർ അതിൽ വളരെ നിപുണന്മാരാണ് താനും. അപ്പോൾ ഇത് രണ്ടിലും ഒരുപാട് വിഷയങ്ങളുണ്ട്. ഓവറായിട്ടുള്ള ഇടപെടലുകളുമുണ്ട്, ചിലർക്ക് ഒരു വാക്ക് പറയാനുള്ള പേടി മൂലമുള്ള പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ സംഘർഷങ്ങളാണ്. ഈ യൗവനം ഇത് നമ്മുടെ ശാരീരിക വളർച്ചയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ്. എന്നാൽ ഈ സാഹചര്യങ്ങൾ ഉണർത്തുന്ന വെല്ലുവിളികളുണ്ട് കേട്ടോ. ഒന്ന്, ഈ പരീക്ഷകളിലെ പരാജയം, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ബ്രില്യൻറ്റിലൊക്കെ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ
ഭയങ്കര മിടുക്കരായ കുഞ്ഞുങ്ങളാണ്. അതായത് 90% എബോ ഉണ്ടെങ്കിൽ അവിടെ കിട്ടുകയുള്ളൂ. അപ്പം പള്ളിയിൽ രാവിലെ പഠിക്കാൻ മദ്ബഹായിൽ ശുശ്രൂഷിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ, ഫിലിപ്പൊക്കെ നല്ല കുഞ്ഞുങ്ങളാട്ടോ. ഞാൻ അവനെപ്പറ്റി പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കുഞ്ഞായിരുന്നു, അതുപോലെ നിൽക്കുന്ന. അപ്പോൾ അവനെ ഇവരൊക്കെ വരുമ്പോൾ ഈ രാവിലെ 6:30 എന്നെ ശുശ്രൂഷകരൊന്നുമില്ല അവിടെ, ഇവർ വന്നാലേ മദ്ബഹായിൽ കയറാൻ പറ്റുമോ. അപ്പോൾ അവരെ ഈ പഠിക്കാനുള്ള നോട്ട് എടുത്ത് പോക്കറ്റിലിട്ട് രാവിലെ മദ്ബഹായിൽ വന്ന് നമ്മളെ ശുശ്രൂഷിച്ചിട്ട് വെളിയിലിറങ്ങി നിൽക്കുന്ന സമയത്ത് ഇവരിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര നല്ല കുഞ്ഞുങ്ങളാണ്. പക്ഷേ പരീക്ഷയൊക്കെ അടുത്ത് ഈ ഫെബ്രുവരിയൊക്കെ ആയി, ഈ എൻട്രൻസ് ഒക്കെ അടുത്ത് വരുമ്പോഴേക്കും പിന്നെ ഈ പള്ളി വന്ന് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഇതുങ്ങളൊന്നും ഇവിടെ അല്ല. പിന്നെ കരച്ചിലായി, അവരെ ഫോണിൽ വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഫോണിൽ മാതാപിതാക്കളെയൊക്കെ വിളിപ്പിച്ച് അവരെ പള്ളി വരുത്തി ഒരുമിച്ച് സംസാരിപ്പിച്ചൊക്കെ വിടുന്ന ഒരുപാട് കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് ചെയ്തതുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ ഈ പരാജയം, പരീക്ഷ എൻട്രൻസ് അവസാനിച്ചാൽ, ഒരു വാതിൽ അങ്ങോട്ട് അടഞ്ഞു പോയാൽ ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ മിണ്ടാതെ ഫോൺ വിളിക്കാതൊക്കെ. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് പോകും, മക്കളെ എൻട്രൻസ് കിട്ടി. ഇപ്പം 100 കുഞ്ഞുങ്ങൾ അവിടെ വരുന്നുണ്ടെങ്കിൽ 10-15 പേർക്കൊക്കെ എൻട്രൻസ് കിട്ടുകയുള്ളൂ. പക്ഷേ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ ഇത് പറയാനുള്ള മടി കൊണ്ട് പോലും ചിലപ്പം വിളിക്കാറില്ല. അല്ലെങ്കിൽ അത്രമാത്രം ജീവിതത്തിൻ്റെ ഒരു അവസാനമാണെന്നൊക്കെ ഈ എൻട്രൻസ് പരീക്ഷയെ കാണുന്ന മാതാപിതാക്കളാണ് അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് കേട്ടോ. അതെനിക്ക് മനസ്സിലായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചു എന്തിനാ അവൻ ഇത്രയും നാൾ പഠിച്ചതെന്ന് മക്കളുടെ മുമ്പിൽ വെച്ച് ചോദിക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വാതിൽ അടഞ്ഞു പോയാൽ അത് ജീവിതത്തിൻ്റെ അവസാനമാണെന്നൊക്കെ കരുതുന്ന പ്രതിസന്ധിയിലേക്ക് ആവശ്യമില്ലാതെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തെറ്റാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് കേട്ട മനോഹരമായ ഒരു ക്രിസ്തീയ ഗാനം, നമ്മുടെ ഷാജി അച്ഛൻ്റെ പളുങ്ക് കടൽ എന്നതിനകത്ത് അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും എന്ന് പറയുന്നൊരു ഗാനമാണ്. അതിനവസാനം പറയുന്നുണ്ട്, എൻ്റെ ഭക്ഷണം ചാരമായാലും ഞാൻ ചാരി നിന്നവ വീണുപോയാലും എൻ്റെ കൺമുമ്പിൽ വാതിലടഞ്ഞു പോയാലും കർത്താവുണ്ടല്ലോ എനിക്കൊരു വാതിൽ തുറന്നിടുവാൻ. ഞാനിപ്പോൾ ഈ എൻട്രൻസ് വരുന്ന പിള്ളേരോട് എപ്പോഴും അത് പറഞ്ഞു കൊടുക്കും. എൻട്രൻസ് ഒരു വാതിലാണ്. അപ്പം ഈ വാതിൽ അടഞ്ഞു പോയാലും ദൈവം മറ്റൊരു വാതിൽ തുറന്നു തരും. 95% മാർക്കൊക്കെ മേടിച്ച പിള്ളേരാണ് ജീവിതം അവസാനിച്ചെന്ന് കരുതുന്നത്. അപ്പം ഞാൻ അവരോട് പറയും, കഷ്ടി കടന്നുകൂടിയതാണ് ഡിഗ്രിയൊക്കെ. ഞാനാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുവാൻ തക്കവണ്ണം അവിടെ നിയോഗം എനിക്ക് ദൈവം തന്നെങ്കിലേ നിങ്ങളെ എന്തും വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. സോ ഇതൊരു ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് കരുതുന്നതിലെ മൗഢ്യം തെറ്റാണ്. അത് മാത്രമാണ് പറയുന്നത്. പിന്നെ എല്ലാവിധത്തിലുമുള്ള അഡിക്ഷൻസ്, ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് വിശദമാക്കേണ്ട കാര്യമില്ല. ദൃശ്യമാധ്യമവും മൊബൈലും ഒക്കെ കഴുത്തെ കെട്ടി തൂക്കിയിട്ടിട്ട് നമ്മൾ നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ അഡിക്ഷൻസിൽ നിന്ന് വിമുക്തമാവുക അല്ലെങ്കിൽ വിമുക്തമാക്കി എടുക്കുക എന്നൊന്നും അഡിക്ഷനിൽ നിന്നാണ്, അതിൻ്റെ ഉപയോഗത്തിൽ നിന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അഡിക്ഷനിൽ നിന്ന് ഇത് ചെങ്ങല പോലെയാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും ഇതിൽ നിന്നൊന്നും വിമുക്തരാവുക അത്ര എളുപ്പമല്ല ഈ ഒരു കാലഘട്ടത്തിൽ. അത്രമാത്രം നമ്മൾ അതിനോട് ചേർന്ന് കിടക്കുകയാണ്. പണ്ടത്തെ ഈ സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ എഴുതിയ പോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു അഡിക്ഷൻ ആകുന്ന ചെങ്ങലയെപ്പറ്റി പറയുന്നതും വളരെ കറക്റ്റാണ്. ചങ്ങമ്പുഴ അന്ന് എഴുതിയൊരു കവിതയുണ്ട്, കാലികളേക്കാൾ കഷ്ടം എന്ന് പറഞ്ഞാൽ കന്നുകാലികളേക്കാൾ കഷ്ടം നിങ്ങളൻ സഹചരെ കാലിലാ കിടക്കുന്ന ചെങ്ങല കാണുന്നില്ലേ, ഒന്നത് പൊട്ടിക്കാതെ നിങ്ങളായി തീരാൻ നിങ്ങൾക്കെന്നിനി കഴിയും. പരതന്ത്രന്മാർ നിങ്ങളുടെ കാലിൽ കിടക്കുന്ന, ഞാൻ ഈ ചെങ്ങല എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അഡിക്ഷൻസിനെയാണ് കേട്ടോ. നമ്മുടെ ഈ മൊബൈലിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള മൊബൈലിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളിലുമുള്ള അഡിക്ഷൻസ്, അതെല്ലാം അഡിക്ഷൻസാണ്. ആ ചെങ്ങലയൊന്ന് പൊട്ടിക്കാതെ നിങ്ങളായിട്ട് കാണാൻ നിങ്ങൾക്കിനി എന്ന് കഴിയും? ഇതൊക്കെ ഒരു അടിമത്തത്തിൻ്റെ അവസ്ഥകളിലുള്ള വെല്ലുവിളികളാണെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ ഒരു ഗൗരവപൂർവ്വം ഈ ഒരു ചിന്ത നമുക്കുണ്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ന് അരുത് പറയുന്നത് വല്ലതും നമുക്കിഷ്ടമാണോ? കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് യൗവനക്കാർക്കൊട്ടും ഇഷ്ടം. എടി എന്തിനാണ് ഇപ്പോൾ ഇത് കാണുന്നത്, ഇപ്പോൾ കാണണ്ട അടി എന്ന് പറഞ്ഞാൽ എന്താ പറയും? അമ്മ എല്ലാവരും കാണുന്നതാണെന്ന് പറയും അല്ലേ? എല്ലാവരും കാണുന്നതാണെന്ന് നമ്മൾ പറയും. എല്ലാവർക്കും ഇല്ലേ എന്ന് നമ്മൾ പറയും. എല്ലാവരും പോകുന്നതല്ലേ എന്ന് നമ്മൾ പറയും. അപ്പോൾ അരുത് പറയുന്നതും അങ്ങനെ വേണ്ട എന്ന് വെക്കണമെന്ന് പറയുന്നതൊന്നും നമുക്കങ്ങനെ ഇഷ്ടമല്ല. അതൊന്നൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ്. അവിടെ എനിക്ക് പറയാനുള്ള ഒരു വാചകമുണ്ട് കേട്ടോ. ടാഗോർ പറഞ്ഞൊരു വരിയാണ്, മണ്ണിൽ നിന്നുമുള്ള വിമുക്തി
വൃക്ഷത്തിനൊരിക്കലും സ്വാതന്ത്ര്യമല്ല. കുഞ്ഞുങ്ങളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോൾ വൃക്ഷം എവിടെ ഉറച്ചു നിൽക്കുന്നത്, അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? മണ്ണിലാണ്. അപ്പം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വൃക്ഷത്തെ സംബന്ധിച്ച് മണ്ണിൽ നിന്ന് എടുത്തു മാറ്റുന്നത് അതിന് സ്വാതന്ത്ര്യമാണ്. അതിന് നിലനിൽപ്പുണ്ടോ? അതുപോലെയുള്ള സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടിയുള്ള അഭിവാഞ്ചയാണ് ഇന്ന് ഈ യൗവനത്തിൽ പലപ്പോഴും നമുക്കുള്ളത്. നമ്മൾ ചേർന്ന് നിൽക്കേണ്ട, ആത്യന്തികമായി ഫലം നൽകേണ്ട ഇടങ്ങളോട് ചേർന്ന് നിൽക്കേണ്ട ഇടങ്ങളിൽ നമ്മൾ മാറിയിട്ട് അതൊക്കെയാണ് സ്വാതന്ത്ര്യം എന്ന് നമ്മൾ കരുതുന്നൊരു തലമാണ്. പോട്ടെ, ഒന്നാമത് ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ്. രണ്ട് പ്രതിസന്ധികളുടെ കാലഘട്ടമാണ്. മൂന്നാമത് അതിനുമപ്പുറം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത് അതിരില്ലാത്ത സാധ്യതകളുടെ കാലഘട്ടമാണ്. അതിലാണ് സത്യത്തിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ കൂടുതൽ വിശദമാക്കുന്നില്ല. ക്രിസ്തു ഉൾപ്പെടെ ഒരു യുവാവായിരുന്നു നമ്മൾ പറഞ്ഞു. ശ്രീബുദ്ധൻ ഉൾപ്പെടെയുള്ളവർ യൗവനത്തിലാണ് അവരുടെ ജീവിതത്തിൻ്റെ വഴികളിലെ സാധ്യതകളെ കണ്ടെത്തിയത്. അതുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ദൈവം നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന സാധ്യത എന്താണ് എന്നതിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് കൊണ്ടുപോകണം. 2011 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് യൂത്ത്, ആഗോള യുവജന വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ ഡിക്ലെയർ ചെയ്തത്. അന്ന് അതിൻ്റെ സോഷ്യൽ അഫയേഴ്സിൻ്റെ ചുമതല ഉണ്ടായിരുന്ന നിക്കോളാസ് ഷെപ്പേർഡാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ദ ഇൻ്റർനാഷണൽ യൂത്ത് ഇയർ is about advancing the full and effective participation of youth in all aspects of life. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും യുവാക്കളുടെ അർത്ഥപൂർണമായ പങ്കാളിത്തം. ഈ സമസ്ത മേഖല എന്ന് പറയുമ്പോൾ അത് മതപരമായ മേഖലയും പെടും, പള്ളിയും പെടും എന്നാണ് അർത്ഥം. ഇന്ന് പള്ളിയിലെ യുവജനങ്ങളുടെ അർത്ഥപൂർണമായ പങ്കാളിത്തം ഉള്ളത് എന്തിനാണ്? കരോളിന് 2 വീട്ടിൽ പോയി പാടണമെങ്കിൽ അർത്ഥപൂർണമായ പങ്കാളിത്തം, യുവജനങ്ങളുടെ അർത്ഥപൂർണമായ പങ്കാളിത്തം അല്ലേ? നമ്മളെ അന്നേരം വിളിക്കും. പിന്നെ അല്ലെങ്കിൽ 2 മുത്തുകുട കെട്ടാനും 2 ജയ് വിളിക്കാനും ഉള്ള യുവാക്കളുടെ അർത്ഥപൂർണമായ പങ്കാളിത്തമാണ് നമ്മൾ ചെയ്തു വരുന്ന ക്ലീഷേ എന്ന് പറയുന്നത്. ഞാനതാണ് പൊതുവെ അതാണ് ഇന്നത്തെ ഓൾ ആസ്പെക്ട്സ് ഓഫ് ചർച്ച് ലൈഫ്. എന്താണ് യുവജനങ്ങളെ അന്നേരമെങ്കിലും ഒന്ന് വിളിക്കാഞ്ഞത്? എന്താണ് യുവജനങ്ങളല്ലേ സാധാരണ കരോള് പാടുന്നത്? ഒരു പള്ളിയിൽ ഞാൻ ഒരു ദിവസം പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അങ്ങനെയാണ്. ഇന്ന് ഈ തവണ മാത്രം എന്താണ് മുമ്പിലത്തെ അച്ചായന്മാർക്ക് പ്രശ്നം? സാധാരണ കരോള് പാടുന്ന ഞങ്ങളല്ലേ എന്നുള്ളതാണ് അന്നത്തെ അവിടുത്തെ ഒരു വഴക്കിൻ്റെ പ്രധാനപ്പെട്ടൊരു വിഷയം. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ നമ്മൾ എല്ലായിടത്തും മതമേഖലകളിൽ പോകുമ്പോൾ കേൾക്കുന്നതാണല്ലോ, പള്ളി ആരാധനയിലും കൂദാശയിലും യുവജനങ്ങളുടെ പങ്കാളിത്തം കുറയുന്നു. സത്യമാണ് അല്ലേ? ഇപ്പം ഇത്രയും പള്ളികളില്ല, 4-5 എത്ര പള്ളികളിലാണ് ഇവിടെയുള്ള ഈ ഒരു മണ്ഡലത്തിൽ? 11 പള്ളികളിൽ ഇത്രയും യുവജനങ്ങളാണോ ഉള്ളത്? നമ്മൾ പറയുന്ന കാറ്റഗറൈസ് ചെയ്യുമ്പം അപ്പം സത്യമാണ്, ഇത് തന്നെ അതിനൊരു ദൃഷ്ടാന്തമാണ്. നമ്മുടെ ഒരാത്മീകമായ കാര്യം വരുമ്പോൾ അർത്ഥപൂർണമായ പങ്കാളിത്തം. നോക്കൂ, ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ നമ്മളോട് സമ്മതിക്കുന്നു. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ആത്മീയ കാര്യങ്ങളിലും നിഷ്ഠകളിലും താല്പര്യമില്ല. ഇപ്പം നോമ്പാണ് എന്ന കാര്യം ഇന്നിവിടെ വന്നിട്ട് എന്താണ് നോൺ വെജ് തരാത്തതെന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മളിൽ പലപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ കാണുന്നു. മക്കളെ ചൊല്ലി കരയുന്ന ഒരുപാട് അമ്മമാർ വർദ്ധിച്ചു വരുന്നത് കേട്ടു. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ നമ്മുടെ പള്ളിയിലൊക്കെ പ്രാർത്ഥനയും കുർബാനയൊക്കെ കഴിഞ്ഞ് കുറച്ച് അമ്മമാരെങ്കിലും ഒക്കെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ ഇവരുടെ സങ്കടം കൂടുതലും മക്കളെ പറ്റിയാണ്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. മക്കളെ ചൊല്ലി കരയുന്ന, പ്രത്യേകിച്ച് യൗവനത്തിലുള്ള മക്കളെ ചൊല്ലി കരയുന്ന അമ്മമാരുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. യൗവനത്തിലുള്ള ഒരാൾ, എനിക്ക് അതിനെപ്പറ്റിയുള്ളൊരു അനുഭവം ഞാൻ പറയാം. ഞാൻ ബേസിക്കലി സങ്കടപ്പെട്ടു പോയ ഒരു നിമിഷമാണ്. ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരു പള്ളിയിൽ മദ്ബായിൽ കയറാൻ ശുശ്രൂഷകരില്ല. ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു പള്ളിയിൽ ശുശ്രൂഷകരില്ലായിരുന്നു. അപ്പോൾ ഒരാൾ എന്നോട് ആ തവണ ബ്രില്യൻറ്റിൽ വെള്ളപ്പൊക്കമായിട്ട് കുഞ്ഞുങ്ങളെല്ലാം വീട്ടിൽ പോയി. ഇപ്പോൾ മദ്ബായിൽ ആരുമില്ല. അപ്പോൾ എന്നോട് ആ പള്ളിയിൽ ഒരാൾ പറഞ്ഞു, നമ്മുടെ പള്ളിയിൽ ഇന്ന വീട്ടിലെ ഒരു പയ്യനുണ്ട്, അപ്പനും അമ്മയും മരിച്ചു പോയതാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ അവൻ പണ്ട് വേണം മദ്ബായിൽ കയറിക്കൊണ്ടിരുന്ന, നന്നായിട്ട് വായിക്കും, ധൂപക്കുറ്റി വരെ എടുത്തുകൊണ്ടിരുന്ന, അച്ഛനൊന്ന് പോയി കണ്ടാൽ അവൻ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ ഒരാഴ്ച പോയി കണ്ടു, അടുത്ത ആഴ്ച പോയി കണ്ടിടാം, മോനെ വരണേടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ ഇച്ചിരി മദ്യപിക്കുമെന്ന് എനിക്കറിയാം, എന്നാലും അവനെല്ലാം ഞാൻ മാറി വന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച ഉറപ്പായിട്ട് വരാമെന്ന് പറഞ്ഞു.
അപ്പോൾ അന്നും അവൻ വന്നില്ല. അപ്പോൾ ഞാൻ വിളിച്ചപ്പം പറഞ്ഞു, അച്ഛൻ അടുത്ത ആഴ്ച 6:30 സമയം ഉണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ കാണും, അച്ഛൻ അതിനെപ്പറ്റി പേടിക്കണ്ടെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരനായിട്ട് 21 വയസ്സിൽ കൂടുതലില്ല, 22 വയസ്സ്. അപ്പനമ്മയെ മരിച്ചു. അടുത്ത ആഴ്ചയും ഞാനിവിടെ വന്നപ്പോൾ ഇവൻ വന്നിട്ടില്ല. അപ്പം പള്ളിയുടെ വളരെ അടുത്താണ് ഇവൻ്റെ വീട്. അപ്പം ഞാൻ ദേവരമനയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നേരെ സ്കൂട്ടർ ഇവൻ വന്നിട്ടില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ അവൻ്റെ വീട്ടിൽ പോയി. രാവിലെ ഞായറാഴ്ച ദിവസം രാവിലെ 6:40 ഞാൻ അവിടെ ചെന്ന് കതകെ മുട്ടി. ഇവൻ കതക് തുറക്കുമ്പം അവൻ്റെ ഒരു കയ്യിൽ സോഡായും മറ്റേ കയ്യിൽ ഗ്ലാസ്സിൽ മദ്യവുമായിട്ടാണ് ഇവൻ കതക് തുറക്കുന്നത്. രാവിലെ 6:35. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. മദ്ബഹായ കയറിക്കൊണ്ടിരുന്നൊരു കുഞ്ഞ് രാവിലെ 6:35 കതക് തുറക്കുന്നതും ഒരു കയ്യിൽ സോഡായും മദ്യക്കുപ്പിയുമായിട്ടാണ്. അപ്പം ഞാൻ അവനോടൊരു വാക്ക് പറഞ്ഞിടാ, നീ മദ്ബഹായിൽ ധൂപക്കുറ്റി എടുക്കേണ്ട കൈകൊണ്ട് ഞായറാഴ്ച രാവിലെ ഇത് എടുത്തുകൊണ്ട് ഇറങ്ങി വന്നപ്പം നീ നിൻ്റെ ജീവിതത്തെ പറ്റി ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാൻ അതുകൊണ്ടാണെന്നൊന്നും പറയല്ല കേട്ടോ. പക്ഷെ ഞാൻ അവിടുന്ന് ആ പള്ളിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ അവനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അവൻ്റെ സ്കൂട്ടർ ആക്സിഡൻറ്റിലായിട്ട് അവൻ്റെ ആ വലത് കൈ തളർന്നുപോയി. അവൻ പിന്നീട് പള്ളിയിലൊക്കെ വന്നു. ധൂപക്കുറ്റി എടുക്കേണ്ട കയ്യിൽ രാവിലെ മദ്യക്കുപ്പി എടുത്തുകൊണ്ട് വന്ന കുഞ്ഞാണ്. അപ്പം നമ്മുടെ സമൂഹം നമ്മളെപ്പറ്റി പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. സാധാരണ നമ്മൾ പറയാറുണ്ട്, പാപം എന്ന പദം ഗ്രീക്ക് പദം അച്ഛന്മാർക്കൊക്കെ അറിയാം. അതിൻ്റെ ഹമാർഷ്യ, അതിൻ്റെ മീനിങ് മിസ്സിങ് ദ ഗോൾ എന്നാണ്. പാപം എന്താണ്? ലക്ഷ്യം തെറ്റിപ്പോകുന്നതാണ് പാപം. മിസ്സിങ് ദ ഗോൾ, ലക്ഷ്യം മാറിപ്പോവുക. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ 127:4 പറയുന്നത്, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാണ് യൗവനത്തിലെ മക്കൾ. വീരൻ്റെ കയ്യിലെ അസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താ? വീരൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രാവീണ്യമുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആർച്ചറി അറിയാമോ? അയാളുടെ ലക്ഷ്യം എന്തായിരിക്കും? അയാളുടെ കയ്യിലെ അസ്ത്രങ്ങൾക്കുള്ള ഗുണം എന്താണ്? അയാളത് ചെയ്താൽ എന്തു ചെയ്യും? കൃത്യമായ ലക്ഷ്യമുണ്ട്, അവിടെ തന്നെ അത് കൊള്ളും. അപ്പം യൗവനത്തിലെ മക്കൾ എങ്ങനെയായിരിക്കണം? വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാകണം. എന്ന് പറഞ്ഞാൽ നല്ല ലക്ഷ്യബോധം ആണ് അവരെ നയിക്കേണ്ടത്. ലക്ഷ്യം തെറ്റിപ്പോയാൽ അതെന്താണ്? പാപമാണ്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞത്, യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ വീഴും നടക്കുമ്പോൾ, ഇല്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ പോകുന്ന വഴിക്കൊക്കെ വീഴും. കാര്യം അവർക്ക് നടക്കാൻ അറിയാൻ വരാത്തതുകൊണ്ടാണ്. വാർദ്ധക്യത്തിൽ നമ്മൾ വീഴാം. എന്താ വീഴുന്നതിന് കാരണം? നമ്മുടെ ബലമില്ല, ശരീരത്തിന് ബലമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ വേദപുസ്തകം പറയുന്നത് ബാല്യത്തിൽ വീഴുമെന്നോ വാർദ്ധക്യത്തിൽ വീഴുമെന്നോ അല്ല. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, യൗവനക്കാർ ഇടറി വീഴും. എന്താ? വീഴെഴുതാത്ത പ്രായമാണല്ലോ, നല്ല ബലമുള്ള പ്രായമല്ല. പക്ഷെ യൗവനക്കാരാണ് കൂടോടെ ഇടറി വീഴുന്നൊരു കാലം. ആ കാലത്തെ നമ്മൾ ജീവിക്കുമ്പോൾ സഭയുടെ യുവജന സംഘടന എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? സ്വയം വീഴാതിരിക്കുകയും നമ്മുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളെ വീഴാതിരിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യത്തക്ക നിലയിൽ ആത്മീകമായി അവരെ സജ്ജരാക്കുക എന്നാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? അതുകൂടി പറഞ്ഞ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ഇതിൻ്റെ വശങ്ങളാണ്, ഇതിൻ്റെയൊക്കെ കൊണ്ടുവരാൻ. ക്രിസ്തുയേശുവിലുള്ള ജീവിതം വീഴാതിരിക്കാൻ നയിക്കേണ്ടത് എങ്ങനെയാണ്? 1996 കത്തോലിക്ക സഭ അവരുടെ യുവജന വർഷമായിട്ട് പ്രഖ്യാപിച്ചത്. അന്ന് ജോൺ പോൾ II മാർപ്പാപ്പയാണ്. അദ്ദേഹം അന്ന് ഈ യോഗം നടത്തിയത്, ഈ ആഗോള യുവജന വർഷത്തിൻ്റെ അവസാനം സമ്മേളനം നടത്തിയത് ബ്രസീലിലാണ്. നമുക്കറിയാം, ബ്രസീൽ, അർജൻറ്റീനയൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം. മറഡോണയൊക്കെ ഉൾപ്പെടെ അവസാനം മരിക്കാനുള്ള കാരണം നമുക്കറിയാം, ലഹരിയും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ അവിടെ വല്ലാത്ത അവസാന സന്ധ്യയാകുമ്പോൾ എല്ലാവരും പബ്ബിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും, യുവജനങ്ങൾ മുഴുവനും, സഭ വല്ലാതെ കത്തോലിക്ക സഭയുടെ പങ്കാളിത്തം പള്ളികളിൽ കുറഞ്ഞു തുടങ്ങിയ കാലമാണ്. എന്നാൽ മാർപ്പാപ്പ അവിടെ വെച്ച് യുവജന സമ്മേളനം നടത്തി. അവിടെ വെച്ച്, ബ്രസീലിൽ വെച്ച് നടത്തി. 6 ലക്ഷം പേർ, പ്രത്യേകിച്ച് യുവാക്കൾ, ആ കുർബാനയിൽ പങ്കെടുത്തു. അവിടെ വെച്ച് മാർപ്പാപ്പ അവരോട് പറഞ്ഞത് ഇതാണ്: ഓ യൂത്ത്, യു ക്യാൻ സെലിബ്രേറ്റ് യുവർ ലൈഫ്
വിത്തിൻ ദ ചർച്ച് വിത്ത് ക്രൈസ്റ്റ്. അത് പറയാൻ കാര്യം ഇതാണ്, യുവാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ആഘോഷമാക്കാൻ പറ്റും. അത് രാത്രിയിൽ പബ്ബിലല്ല, അത് മറ്റ് ഇടങ്ങളിലല്ല. ക്രിസ്തുവിനോടൊപ്പം സഭയിൽ നിങ്ങളുടെ ജീവിതം ആഘോഷമാക്കാൻ പറ്റും. ആ ആഘോഷമാക്കുന്ന ജീവിതത്തെ പറ്റിയാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ടത്. ഇന്ന് നമ്മൾ പറയുന്നത്, ഇന്നത്തെ മോഡേൺ യൂത്ത്, നമ്മൾ പിള്ളേരോടൊക്കെ, ഞാൻ എൻ്റെ സെമിനാരിയിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തുംകൂർ എന്ന് പറയുന്ന സ്ഥലത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ധാരാളമുള്ള സ്ഥലമാണ് ബാംഗ്ലൂർ. അവിടെ ദയാഭവനിൽ താമസിച്ചുകൊണ്ട് ഒരു 3-5 മാസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ പിള്ളേരുടെ ഹോസ്റ്റലിലൊക്കെ പോകും. അപ്പോൾ പിള്ളേർ ഹോസ്റ്റലിലോട്ട് ഞാൻ വരാമെന്ന് പറയുമ്പോൾ അവർ പറയും, ഹോസ്റ്റലിലോട്ട് അച്ഛൻ ഇപ്പം വരണ്ട, അവിടെ ഞങ്ങൾ ഒരുപാട് പേര് താമസിക്കുന്നതായതുകൊണ്ട് അച്ഛന് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അവിടെ ഇല്ല എന്ന് പറയും. ഒരു ദിവസം അബദ്ധത്തിൽ കയറി നിന്നപ്പോൾ അതെനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ, ബാച്ചുലർ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവരുടെ പൊതുവായൊരു ധാരണ, ലൈഫ് ഈസ് ടു അക്യൂമുലേറ്റ്. ഇന്നത്തെ പൊതുവായി ഇപ്പോൾ എല്ലാവരും പറയുന്നത്, ജീവിതം എന്തിനുള്ളതാണ്? സമ്പാദിക്കാനുള്ളതാണ്. ജീവിതം എന്തിനുള്ളതാണ്? ജീവിതം സമ്പാദിക്കാനുള്ളതാണ്, അക്യൂമുലേറ്റ് ചെയ്യാനുള്ളതാണ്. രണ്ടാമത് കുറച്ച് പേര് പറയുന്നത്, ചിലർക്ക് അതുമില്ല, സമ്പാദ്യവും ഇല്ല. ചിലർക്ക് എന്താണ്? ലൈഫ് ഈസ് ടു സെലിബ്രേറ്റ് എന്നതാണ്. ജീവിതം എന്തിനുള്ളതാണ്? നമ്മൾ ഈ പറയുന്ന ജീവിതം അങ്ങോട്ട് അടിച്ചു പൊളിക്കണമെന്ന് വെച്ചാൽ, അല്ല ഇതൊക്കെ കൂട്ടി വെച്ചിട്ട് എന്തിനാ അല്ലേ? അത് ജീവിതം എന്തിനുള്ളതാണ്? ചെറുപ്പമായിരിക്കുമ്പോഴേ പെട്ടതുകൊണ്ട് ലൈഫ് ഈസ് ടു സെലിബ്രേറ്റ്. അപ്പോൾ ചിലർ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് ലൈഫ് ഈസ് ടു അക്യൂമുലേറ്റ്, ജീവിതം സമ്പാദിക്കാനുള്ളതാണ്, വേറെ ഒന്നിനും അവർക്ക് സമയമില്ല. മറ്റുള്ളവർക്ക് ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അവർ ആസ്വാദനങ്ങൾക്ക് പുറകെ അങ്ങ് പോകും, എൻജോയ് ചെയ്തങ്ങ് പോകും. അപ്പോൾ ഇത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെയാണ് ഈ സഭയിൽ ജീവിതം എങ്ങനെ യൗവനത്തിൽ ആഘോഷമാക്കി മാറ്റാം, ക്രിസ്തുവിനോടൊപ്പം എങ്ങനെ ജീവിതം ആഘോഷമാക്കി മാറ്റാം എന്നതിൻ്റെ കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഗൗരവപൂർവ്വം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇതിങ്ങനെ പോയാലുള്ള അപകടം ഞാൻ പറയാം. ഈ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി നമുക്കറിയാമല്ലോ, ഒരുപാട് സാമൂഹിക വീക്ഷണത്തോടെയൊക്കെ ചിന്തിച്ച പിതാവാണ്. അദ്ദേഹത്തിൻ്റെ തിയോളജി ഓഫ് ക്ലാസ്ലെസ് സൊസൈറ്റി എന്ന് പറയുന്നതിനകത്ത് തിരുമേനി ഈ അക്യുമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതിനെപ്പറ്റി, സമ്പാദിച്ച് കൂട്ടുന്നതിനെപ്പറ്റി തിരുമേനി പറയുന്നൊരു കാര്യമുണ്ട്. ദ വേൾഡ് ഈസ് നൗ ഫിൽഡ് വിത്ത് ഇൻകംപ്ലീറ്റ് ടവേഴ്സ് ഓഫ് ബാബേൽ. നമുക്കറിയാം ബാബേൽ ഗോപുരം എന്താണ്? ദൈവത്തോടൊപ്പം എത്താനുള്ള മനുഷ്യൻ സമ്പാദ്യങ്ങളൊക്കെ കൂട്ടി വെച്ച് ഉണ്ടാക്കിയ ഗോപുരമാണ്. പക്ഷെ അത് പണി തീർന്നോ? ഇല്ല. അപ്പോൾ തിരുമേനി പറയുന്നത്, ദ വേൾഡ് ഈസ് നൗ ഫിൽഡ് വിത്ത് ഇൻകംപ്ലീറ്റ് ടവേഴ്സ് ഓഫ്. ഇപ്പോൾ ലോകം മുഴുവൻ ഇതുപോലെ പണിതീരാത്ത ബാബേൽ ഗോപുരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയും, ദാറ്റ് ടെൽസ് us the same old story that only the gold will be perfect forever. എന്ന് പറഞ്ഞാൽ അത് നമ്മളോട് വിളിച്ച് പറയുന്നത്, ദൈവം പണിതിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പൂർണ്ണമായി ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതല്ല, സമ്പാദിച്ചാൽ പണിതീരാത്ത ഗോപുരങ്ങൾ പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കും. പക്ഷെ ദൈവത്തോടൊപ്പമാണോ നിങ്ങൾ സമ്പാദിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് ഗൗരവപൂർവ്വം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് ഈ ക്രിസ്തുവിനോടൊപ്പം ഈ ജീവിതം ആഘോഷമാക്കി മാറ്റാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കാൻ. അത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള ഭാഗമാണ്. വിശുദ്ധ ലൂക്കോസ് 24-13 മുതൽ 35 വരെയുള്ള നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ്. കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ എവിടെ വന്ന് പോകുന്നു? യെരുശലേമിൽ നിന്ന് എമ്മവൂസിലേക്ക് പോകുന്ന യാത്രയാണ്. അതറിയാൻ മേലാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ യാത്ര ഉണ്ടോ? ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മവൂസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ യാത്രയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അതിനെ ഒന്ന് വിശദമാക്കാൻ ശ്രമിക്കുന്നത്, യെരുശലേം എന്ന് പറയുന്നത് സഭയുടെ പ്രതീകമാണ്. അപ്പോൾ സഭ വിട്ട് ക്രിസ്തുവിനെ വിട്ട് പോകുന്ന 2 ചെറുപ്പക്കാർ, അതാണ് ഈ എമ്മൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ. അപ്പോൾ സഭ വിട്ടു പോകുന്ന, യെരുശലേം വിട്ടു പോകുന്ന 2 യൗവനക്കാർ. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളാണോ എന്ന് പരിശോധിക്കാൻ ഞാൻ ഇവരുടെ 4 ലക്ഷണം ഈ വേദഭാഗത്തു നിന്ന് പറയാം. അപ്പോൾ നമ്മൾ സഭ വിട്ടു പോകുന്ന, ക്രിസ്തുവിനെ വിട്ടു പോകുന്ന യൗവനക്കാരുടെ പ്രതീകമാണോ എന്നറിയാൻ ഇത് നോക്കിയാൽ മതി.
അവർ സഭ വിട്ടു പോവുകയാണ്, യെരൂശലേം ഉപേക്ഷിച്ച് പോവുകയാണ്. യെരൂശലേമിൽ പാർക്കുവാൻ പറഞ്ഞിട്ടും യെരൂശലേമിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും ആ കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച് സഭ വിട്ടുപോകുന്ന രണ്ട് ചെറുപ്പക്കാർ. അവരുടെ ഭാവം എന്താണ്? ഒന്നാമത് വാടിയ മുഖമാണ്. ഇപ്പം നോക്കിക്കേ, ക്ലാസ് ഇത് തുടങ്ങിയിട്ട് 1/2 മണിക്കൂർ ആയതേ ഉള്ളൂ. ഒരാൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? നോക്കി, ഉണ്ടോ? ഒരാൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോൾ കുറച്ച് നേരം ഞാനത് പറഞ്ഞപ്പോൾ ചിരിച്ചു. നമ്മുടെ പൊതുവേ ഉള്ളൊരു ഭാവം എന്താണ്? ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണോ ഇതാണ്. അപ്പോൾ ഈ പള്ളിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സീരിയസ് ആയിട്ടൊരു ഡിസ്കഷൻ വരുമ്പോഴേക്കും നമ്മളെന്തായി? ആ സമയത്ത് വല്ല സ്റ്റാൻഡപ്പ് കോമഡിയോ വല്ല ബിഗ് ബോസോ ഒക്കെ ആണെങ്കിൽ ഇപ്പം ഇരുന്ന് കണ്ട് തമ്മിലുള്ള അടിയൊക്കെ കണ്ട് സൂചിച്ചമ്മടിയിരിക്കും അല്ലേ. അപ്പം ആത്മീയമായ കാര്യങ്ങളുടെ അവസ്ഥകളിലേക്ക് വരുമ്പോൾ വാടിയ മുഖമാണ്. അതെവിടെയാണ് പറയുന്നത്? ഒരു 17-ാം വാക്യത്തിലാണ് കേട്ടോ. ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ്. നമുക്കങ്ങനെ ഒരു പണി ഇല്ല എന്നറിയാം. എല്ലാം നമ്മൾ ഡയറക്റ്റ് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ട് ഇത് 17-ാം വാക്യത്തിൽ അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ, അപ്പോൾ അവർ വാടിയ മുഖത്തോടെ നിന്നു എന്നാണ്. രണ്ടാമത്തെ അങ്ങനെ സഭ വിട്ട് പോയവരുടെ രണ്ടാമത്തെ ഭാവം എന്ന് പറയുന്നത് വാദിക്കുന്ന ഭാവമാണ്. വാദിക്കുക, തർക്കിക്കുക. ഇതിനകത്ത് ഇവർ തന്നെയാണ് 15-ാം വാക്യത്തിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പറയുന്നുണ്ട്. 17-ാം വാക്യത്തിൽ യേശു അവരോട് ചേർന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്താണ്? എൻ്റെ പൊന്നേ, ഇപ്പോഴത്തെ ചില പിള്ളേരുടെ മുമ്പിൽ നമ്മൾ പെട്ടാറുണ്ടല്ലോ. ഈ ഞാൻ വിശ്വസിച്ചതും പഠിച്ചതുമൊക്കെ തെറ്റാണോ എന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. വാദിക്കുകയാണ്. ഈ ഡിബേറ്റിംഗ് വിത്ത് ലോജിക്കലി കാര്യങ്ങളെ അനലൈസ് ചെയ്ത് നമ്മളെ വാദിച്ച് തോപ്പിക്കാൻ വരും. ഞാൻ ഈ അടുത്ത സമയത്ത് പള്ളിയിലെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഒരു ഭവന സന്ദർശനത്തിൽ പോയപ്പോൾ, അത് കുഞ്ഞുങ്ങളല്ല കേട്ടോ, ഒരു അച്ചായനാണ്. അദ്ദേഹം ചുമ്മാതൊരു കാര്യം എടുത്ത് വാദിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാനതിനൊരു മറുപടി പറഞ്ഞപ്പോഴേക്കും ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ എന്ന നിലയിലായി അടുത്ത തലത്തിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ പയ്യെ ഒന്ന് പാസിഫൈ ചെയ്തിട്ട് വേറൊരു അവസരത്തിൽ കാണാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ ചോദിച്ചു, അച്ഛൻ എന്താ അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറയേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, ഈ വാദത്തിൻ്റെ അവസാനം ഒരു പക്ഷേ ഞാൻ വാദിച്ച് ജയിക്കുമായിരിക്കും, പക്ഷേ ഞാൻ ആരെയാണോ വാദിച്ച് ജയിച്ചത് ആ ആളെനിക്ക് നഷ്ടമാകും. അയാൾ എന്നോട് പിണങ്ങും. അയാളുടെ മനസ്സിൽ സ്വാഭാവികമായി എന്നോടൊരു വാശിയോ പിണക്കമോ തോന്നും. അപ്പോൾ മിനിസ്ട്രിയിൽ അങ്ങനെ ഒരാളെ നഷ്ടപ്പെടുത്തിയിട്ട് എൻ്റെ വാദം ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് മിനിസ്ട്രിയിൽ ഒരാൾ നഷ്ടപ്പെടാതിരിക്കാനാണ് എൻ്റെ പ്രയോറിറ്റി. ഞാൻ ഒരെണ്ണം വാദിച്ച് ജയിക്കുന്നതിനേക്കാൾ. ഇപ്പോൾ നിങ്ങൾ എന്നോടൊരു ചോദ്യം വാദിച്ചുകൊണ്ട് വന്നാൽ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും ഞാൻ ഒന്ന് പാസിഫൈ ചെയ്യുന്നത്, ഞാൻ ആ വാദത്തിൽ ജയിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ എനിക്ക് നഷ്ടമാകും എന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിലേക്കല്ല വരുന്നത്. വാദിക്കുന്നൊരു ഭാവം ഇന്ന് പൊതുവേ ഉണ്ട്. ഇപ്പം നിങ്ങളിത് കഴിഞ്ഞിട്ടായാലും നമ്മളിപ്പം യുവജന സംഘടനകളിൽ നമ്മളെപ്പോൾ ചെന്നിട്ട് ആർക്കെങ്കിലും സംശയം ചോദിക്കാം എന്നൊരു സംശയത്തിൻ്റെ ഒരു സെഷൻ ഉണ്ടെങ്കിൽ ആദ്യം പിള്ളേർ ചോദിച്ചുകൊണ്ട് വരുന്നത്, ആദാമും ഹവ്വായും കഴിഞ്ഞ് കയീന് ഹാബേലിന് എവിടെ നിന്ന് പെൺകൊച്ചുങ്ങളെ കിട്ടി? ഒന്നാമത്തെ ചോദ്യം. ഇതൊന്നും ഇതുവരെയും തീർന്നിട്ടില്ല. അത് വേദപുസ്തകത്തിൽ പറയുന്നില്ലല്ലോ. ഈ ഉള്ള ഡിബേറ്റിങ്ങും ചർച്ചകളും ഇതിങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ആദ്യത്തെ ചരിത്രാതീത കാലത്തെ ഈ 12 അധ്യായങ്ങളിലെ കാര്യങ്ങൾ വെച്ച് ലോജിക്കലി ഈ ബൈബിളും വിശ്വാസവും തെറ്റാണെന്ന് അച്ഛന്മാരെയും കൊണ്ട് സമ്മതിപ്പിക്കുന്നിടത്താണ് അവരുടെ ലോജിക്ക് വിജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ട്. ലോജിക്കലി റാഷണലി അതിനെ ഡിബേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരും അതുതന്നെയാണ്. ഇവർ പോകുന്ന വഴിയിൽ കർത്താവ് അവരെ ഒരുമിച്ച് കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാരാണ്. പക്ഷേ അവർ വാദിക്കുകയാണ്, അപ്പം ദൈവം ആയിരുന്നെങ്കിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമോ? അപ്പം ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഇനിയും കള്ളം പറയുവാണോ? ഇതാണ് വാദം. ദേ ആർ ഡിബേറ്റിംഗ് വിത്ത് ലോജിക്ക്. വിശ്വാസം അവിടെ സബ്ഡ്യൂ ചെയ്യപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ലോജിക്കലി അവരെ റാഷണലി തിങ്ക് ചെയ്യുകയും ചെയ്യുകയാണ്. ഇന്നത്തെ യൂത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഭാവം വിശ്വാസ കാര്യങ്ങളിൽ, മറ്റൊരു കാര്യങ്ങളിലും അവർക്കൊരു ബോധ്യമില്ലെങ്കിലും വിശ്വാസ കാര്യങ്ങളെ റാഷണലി ഡിബേറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പം വാടിയ മുഖവും വാദിക്കുന്ന ഭാവവുമാണ്. പിന്നെ ഉള്ളത് നിരാശയാണ്. അത് പിന്നെ നമ്മുടെ പൊതുവെയുള്ളൊരു ഭാവമാണ്. സംതൃപ്തരാണോ ഇന്നുവരെയുള്ള ജീവിതത്തിൽ? ആണോ?
ഓണം ബമ്പറും കൂടെ ഒന്ന് അടിക്കാമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് മാറും. അതല്ലാതെ വേറെ ഒരു രക്ഷയില്ലെന്നുള്ള നിലയിലാണ് പൊതുവേ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നിരാശ നമ്മുടെ ഒരു ഭാഗമാണ്. ജോലി കിട്ടി, ഉണ്ട്, ശമ്പളമൊക്കെ എങ്ങനെ ഉണ്ട്, കുറച്ചുണ്ട്, എല്ലാത്തിലും അത് ചേർത്ത് പറയുന്ന ഒരു നിരാശയുടെ ഭാവം നമ്മുടെ വിശ്വാസ ജീവിതത്തിലുമുണ്ട്. നാലാമത്തേത് അവർക്കുള്ളത് ഭാവിയെ പറ്റിയുള്ള ഭീതിയാണ്. അതിവിടെ പറയുന്നുണ്ട്, എന്തോ സംഭവിക്കുമെന്ന് അറിയത്തില്ല, ഇനി ഞങ്ങളുടെ ഭാവി എന്താവും യെരൂശലേമിൽ നിന്നാൽ. അതാണ് അവരെ ഓടുന്നത്. അപ്പോൾ 4 കാര്യങ്ങളാണ് സഭ വിട്ട് പോയ ആ വിശ്വാസത്തിൽ. 1 വാടിയ മുഖമാണ്, 2 വാദിക്കുന്ന ഭാവമാണ്, 3 നിരാശയാണ്, 4 ഭാവിയെ പറ്റിയുള്ള ഭീതിയാണ്. ഇത് 4 നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ഭീതിയുണ്ട്, നിരാശയുണ്ട്. ഇപ്പോഴും ആ വാടിയ മുഖം മാറാതെ എൻ്റെ മുമ്പിൽ പോലും ഇരിക്കുന്നവരുണ്ട്. അപ്പം വാടിയ മുഖവും വാദിക്കുന്ന ഭാവവും നിരാശയും ഭീതിയുമൊക്കെ നമ്മളെ വല്ലാതെ കീഴടക്കിയിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഇത് വരാൻ കാരണം നമുക്ക് വഴി തെറ്റിയിരിക്കുന്നു എന്നതാണ്. നമ്മൾ ഇരിക്കേണ്ട ഇടങ്ങളിലല്ല, ദൈവവുമായുള്ള ബന്ധത്തിലല്ല, ലൈഫ് ഇൻ ക്രൈസ്റ്റ് അല്ല. അതുകൊണ്ടാണ് ഭീതി ബാധിക്കുന്നത്. ദസ്തയേവ്സ്കിയെ പറ്റി നമുക്കറിയാമല്ലോ. ഇപ്പോൾ സങ്കീർത്തനം പോലെയൊക്കെ വായിച്ചവർക്കറിയാം. ദസ്തയേവ്സ്കിയെ പറ്റിയുള്ള ഒരു സംഭവമുണ്ട്. ഒരു ദിവസം രാവിലെ മുതൽ ചൂതാട്ട കേന്ദ്രത്തിൽ ഇരുന്ന് വൈകിട്ട് 7 മണിയായപ്പോൾ അദ്ദേഹം ഒരു വീഞ്ഞ് കുടിക്കുന്ന കേന്ദ്രത്തിലേക്ക്, മദ്യപിക്കുന്ന കേന്ദ്രത്തിലേക്ക് വന്നു കയറുമ്പോൾ ദസ്തയേവ്സ്കിയോട് അതിൻ്റെ വാതിൽക്കൽ നിന്ന് കാവൽക്കാരൻ ചോദിക്കുന്നുണ്ട്, കൂടെ ആരുമില്ലേ? അതുപോലെ 4 കാലിലാണ്, കൂടെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദസ്തയേവ്സ്കിയുടെ മറുപടി പറയുന്നുണ്ട്, ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് കയറുന്നവരെ. ഇതിൻ്റെ പടിവാതിൽ വരെ ഒരാളുണ്ടായിരുന്നു, ഇങ്ങോട്ട് കയറിയപ്പോൾ അയാളില്ല. ദസ്തയേവ്സ്കി പറഞ്ഞു വെക്കുന്നത് അതുവരെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തു സാന്നിധ്യത്തെയാണ്. ഇങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, അയാളോടൊപ്പമുള്ള ജീവിതമായിരുന്നു ക്രിസ്തീയ ജീവിതം. ആ കൂടെ ഉണ്ടായിരുന്ന ആളിനെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന വഴികളിൽ വഴിതെറ്റിപ്പോയ ആടുകൾ, ഞാൻ പറയും, വഴിതെറ്റിപ്പോയ ആടുകൾ അണയേണ്ട കൂട് സഭയാണ്. സഭയാണ്. ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം എന്ന് ഭൂമിയിൽ പറയുമ്പോൾ അത് ക്രിസ്തു ശരീരമായ സഭയിലുള്ള സഭാജീവിതമാണ്. ഗൗരവമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഇന്ന് ക്രിസ്തുവിനോടൊപ്പം ഇന്ന് ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതാണ് സഭ എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു തലയാകുന്ന അവൻ്റെ ശരീരത്തിലുള്ള ജീവിതമാണ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ജീവിതം. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭയിലുള്ള ജീവിതമാണ്, ആ കുടുംബത്തിലുള്ള ജീവിതമാണ് ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറയുന്നു. ക്രിസ്തുവിൻ്റെ അവനോട് ചേർന്നുള്ള സാന്നിധ്യത്തിൽ നമുക്കായിരിക്കുവാൻ കൊണ്ട് കഴിയേണ്ടത് ആവശ്യമാണ്. നമ്മൾ തന്നെയല്ല ഈ ലോകത്തിലെ ജീവിതം ഓടേണ്ടത്. നമ്മൾ സാധാരണ പറയുമല്ലോ, ഇഫ് യു റൺ അലോൺ ഇറ്റ് ഈസ് കോൾഡ് റേസ്, ഇല്ലേ? ഓട്ടമത്സരത്തിലാണ് നമ്മൾ തന്നെ ഓടുന്നത് ജയിക്കാൻ. ബട്ട് ഇഫ് ഗോഡ് റൺസ് വിത്ത് യു ഇറ്റ് ഈസ് കോൾഡ് ഗ്രേസ്. ദൈവം നമ്മളോടൊപ്പം ഓടുന്നൊരു ജീവിതമുണ്ട്, അതിനെ പറയുന്ന പേരാണ് ഗ്രേസ്, കൃപയാലുള്ള ജീവിതം. അവിടെ തന്നെത്താനെ ഓടി ക്ഷീണിച്ചവരാണ് നമ്മളൊക്കെ, അല്ലേ? ജീവിതത്തിൽ ഇന്ന് വരെ എന്ത് നേടി? ഓട്ടത്തിൽ എന്തെങ്കിലും ആകാൻ കഴിഞ്ഞു? ഇപ്പോഴും നിരാശയും ആടിയ മുഖവും വാദിക്കുന്ന ഭാവവുമാണെങ്കിൽ ദൈവത്തിനൊന്ന് വിട്ടുകൊടുക്കുന്നേ. അവനാണല്ലോ നമ്മളെ നിർമ്മിച്ചത്, അവനാണല്ലോ നമ്മളെ വഴി നടത്തുന്നത്. അതുകൊണ്ട് യൗവനക്കാർ അവരുടെ ജീവിതങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഫലമേൽപ്പിക്കണം. അതാണ് കൃപയാലുള്ള ജീവിതം. പക്ഷേ യേശു അങ്ങനെ സഭയിൽ നിന്ന് മാറിപ്പോയവരെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ചില പള്ളിയിലൊക്കെ തീരുമാനം എഴുതി വെക്കുന്നത് പോലെയാണ്. അവനെ ഒരാഴ്ച പെന്തിക്കോസ്തി പ്രാർത്ഥനയ്ക്ക് പോയി, അവനെ ഇന്ന് തന്നെ മുടക്കണം എന്ന് കമ്മിറ്റിക്ക് ഇത് കൊണ്ടുവരിക, ഇന്ന് തന്നെ അവനെ തീരുമാനമാക്കണമെന്നുള്ളതാണ്. വേണ്ടെന്നല്ല, അച്ചടക്കനടപടികളൊക്കെ ആവശ്യമാണ്, ഒരു സംവിധാനം എന്ന നിലയിൽ. പക്ഷേ ക്രിസ്തു കാണിച്ചു തരുന്നത് ഒരു വഴിയുണ്ട്. ക്രിസ്തു എന്താ ചെയ്തത്? ഇവരിങ്ങനെ ഭാവത്തോടെ പോയതാണ്. ക്രിസ്തു ഈ ഭാഗത്ത് ചെയ്തത് എന്താണെന്നറിയാം? എമ്മോസിലേക്ക് പോകുന്ന ഇങ്ങനെ വഴിതെറ്റി സഭ വിട്ടു പോയ ശിഷ്യരോടൊപ്പം ആര് നടന്നു? ഇപ്പം യുവജന സംഘടനകൾ ചെയ്യേണ്ടതെന്നറിയാം. OCYM, MGOCS. നിങ്ങൾക്കറിയാം നമ്മളോടൊപ്പം ഈ സഭയുടെ കൂട്ടായ്മയിൽ ആയിരിക്കേണ്ടവരാരൊക്കെയാണ്. അവരിൽ ആരെങ്കിലും ഒക്കെ മാറി നടക്കുന്നുണ്ടെങ്കിൽ അവരോട് ചേർന്ന് നടക്കാനുള്ള ഉത്തരവാദിത്വമാണ് ആർക്കുള്ളത്? നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നിങ്ങൾ ചേർന്ന് നടക്കുന്നവരാണ്. ഇറ്റ്സ് അവർ ഡ്യൂട്ടി, നമ്മുടെ ചുമതലയാണ്. അവരോടൊപ്പം ചേർന്ന് നടക്കും. 2, ക്രിസ്തു ചെയ്ത എന്താണ്? അവരിതൊക്കെ ചെയ്തപ്പോൾ അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ ഗൗരവം അതാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വചനാധിഷ്ഠിതമായി സഭാജീവിതത്തിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുക്കണം.
അവരോട് ചേർന്ന് നടക്കണം. അവർക്ക് സഭാജീവിതത്തിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുക്കണം. മൂന്നാമത്, അപ്പം നുറുക്കി കൊടുക്കണം. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് അവരെ, ആരാധനാ ജീവിതത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരണം. അതാണ് ലൈഫ് ഇൻ കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തുവിലേശുള്ള ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് എന്ത് പറ്റി? അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു, യെരുശലേമിലേക്ക് മടങ്ങി വന്നു. യെരുശലേം എന്താണ്? സഭയാണ്. അവർ സഭാജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് ചേർന്ന് നടക്കണം, വചനം വ്യാഖ്യാനിച്ചു കൊടുക്കണം, അവർക്ക് കുർബാന അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. ഇപ്പം ഇത് സാധ്യമായി, ഇവർ യെരുശലേമിലേക്ക് മടങ്ങി വരാൻ സാധ്യമായി തീർന്നത് 5 കാര്യങ്ങൾ കൊണ്ടാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് അക്കവിട്ട് പറയാം, അത് നിങ്ങളൊന്ന് എടുത്തു പറയണം. ഒന്നാമത്, ദേ ലൈക്ക് ടു വാക്ക് വിത്ത് ജീസസ്. ഇത് ഇവർക്ക് അറിയത്തില്ലായിരുന്നു ക്രിസ്തുവാണ് അവരോട് ചേർന്ന് നടക്കുന്നതെന്ന്. പക്ഷേ അവർ അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവരാ യേശുവിനോടൊപ്പം നടക്കാൻ, അവരിലേക്ക് അവൻ ചേർന്ന് വന്നപ്പോഴേ മാറി നടന്നാൽ അവർക്ക് മടങ്ങി വരാൻ പറ്റുമായിരുന്നു? ഇല്ല. അപ്പോൾ ദേ ലൈക്ക് ടു വാക്ക് വിത്ത് ജീസസ്. ഒന്ന് പറഞ്ഞേ, അവർ യേശുവിനോടൊപ്പം നടക്കാൻ ഇഷ്ടപ്പെട്ടു. പറഞ്ഞേ, ദേ ലൈക്ക് ടു വാക്ക് വിത്ത് ജീസസ്. പറഞ്ഞേ. ആ ഒരു നടത്തപ്പിന് ഒരു പേരുണ്ട്, എന്താണെന്നറിയാമോ? ക്രിസ്തുവിനോടൊപ്പമുള്ള നടത്തം. നമ്മൾ ഈ റാമ്പിൽ നടക്കുന്നതിനെ എന്നാ പറയും? റാമ്പിൽ സൗന്ദര്യ മത്സരമൊക്കെ എന്താ? റാമ്പ് വാക്ക് എന്ന് പറയും, ക്യാറ്റ് വാക്ക് എന്ന് പറയും. അപ്പോൾ ഈ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന ആ നടപ്പാണ് ക്രൈസ്റ്റ് വാക്ക്. എന്താണ്? ക്രിസ്തുവിനോടൊപ്പം. അപ്പോൾ അത് പരിശീലിക്കണം. മറ്റേതിന് ഒരുപാട് ശൈലികളുണ്ട്, ഇതും പരിശീലിക്കേണ്ട ഒരു ശൈലിയാണ്. രണ്ടാമത്, ക്രിസ്തു അവരോട് സംസാരിച്ചപ്പോൾ അപരിചിതനാണെന്ന നിലയിൽ അവർക്ക് വേണേൽ അത് കേൾക്കാതിരിക്കാൻ വേണം. ബട്ട് ദേ വിഷ് ടു ഹിയർ ഫ്രം ജീസസ്. അവർ യേശുവിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെട്ടു. ഒന്ന്, ദേ ലൈക്ക് ടു വാക്ക് വിത്ത് ജീസസ്, ദേ വിഷ് ടു ഹിയർ ഫ്രം ജീസസ്. മൂന്നാമത്, അവർ രാത്രിയായപ്പോൾ അവരൊരു കാര്യം കൂടി ചെയ്തു. അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ ഞങ്ങളോടൊപ്പം താമസിക്കണം. ദേ ഇൻവൈറ്റ് ജീസസ് ടു സ്റ്റേ വിത്ത് ദം. യേശുവിനോടൊപ്പമുള്ള ജീവിതമാണല്ലോ ഇൻ ക്രൈസ്റ്റ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന യുവജനങ്ങളെല്ലാവരും ക്ഷണിക്കണം. ആരെ ക്ഷണിക്കണം? ഇൻവൈറ്റ് ജീസസ് ടു സ്റ്റേ വിത്ത് അസ്. നമ്മുടെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ദേ ഇൻവൈറ്റ് ജീസസ് ടു സ്റ്റേ വിത്ത് ദം. നാലാമത്, അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മാത്രമല്ല, അവർക്കുള്ളതെല്ലാം യേശുവുമായിട്ട് പങ്കിട്ടു. അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർക്കുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ ആ അപ്പം ആർക്ക് കൊടുത്തു? ക്രിസ്തുവുമായിട്ട് പങ്കിട്ടു. ദേ ലൈക്ക് ടു ഷെയർ വിത്ത് ജീസസ്. ദേ ലൈക്ക് ടു ഷെയർ വിത്ത് ജീസസ്. അപ്പോൾ ദേ ലൈക്ക് ടു വാക്ക് വിത്ത് ജീസസ്, ദേ വിഷ് ടു ഹിയർ ഫ്രം ജീസസ്, ദേ ഇൻവൈറ്റ് ജീസസ് ടു സ്റ്റേ വിത്ത് ദം, ദേ ലൈക്ക് ടു ഷെയർ വിത്ത് ജീസസ്. ഇനി അവസാനം ഒരു കാര്യം കൂടി അവർ ചെയ്തു. ഇതെല്ലാം കേട്ടവർ യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി അവൻ ആഗ്രഹിച്ചതുപോലെ ജീവിച്ചു. അതാണ് ദേ ഡിസൈഡ് ടു ലിവ് ഫോർ ജീസസ് ഇൻ ദി ചർച്ച്. സഭയിൽ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ അവർ ജീവിച്ചു. പ്രിയമുള്ളവരെ, സഭയെ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ അവൻ നമുക്ക് ഫലമേൽപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ കൂദാശകൾ. മാമോദീസ മുതലുള്ള എല്ലാ കൂദാശകളും ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. 3 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കും. വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചു കൊള്ളാം. ക്രിസ്തുവിനോടൊപ്പം ഉള്ള ജീവിതം ഇതാണെങ്കിൽ അതിന് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ തന്നെ 3 പാഠങ്ങളുണ്ട്. നമ്മുടെ യൗവനത്തിൽ നമ്മൾ വീണു പോകാതെ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ ജീവിക്കാൻ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള 3 പാഠങ്ങൾ അതിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത്, നമ്മൾ ഈ ലോകത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ക്രിസ്തുവിൽ നിന്ന് പഠിക്കേണ്ടത് തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള പാഠമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ ആമുഖമായി പറഞ്ഞ വാക്കുകൾ എൻ്റെ വിഷയത്തിലേക്കുള്ള ഒരു വാതിലാണ്. അച്ഛൻ പറഞ്ഞത് അതാണ്. ഒരുപാട് വഴികൾ നമുക്ക് ചുറ്റുമുണ്ട്, ഒരുപാട് ചോയ്സസ് ഉള്ളൊരു ലോകമാണ്. ഒരു കാരണവശാലും ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് തുണിയെടുക്കാൻ പോവുകയില്ല. പോയാൽ അടിയിലേ കലാശിക്കും. കാര്യം തുണിക്കവിടെ കയറ്റിവിട്ടാൽ ഈ മിഠായിക്കടയിലോട്ട് കുഞ്ഞുങ്ങളെ കയറ്റിവിട്ടാൽ പോലും ഇങ്ങനെ ഒരു നടപ്പാണ്. അവിടെ വഴി ഇതുവഴി എല്ലാം പോയി. അതുവഴി ഒരുപാട് ചോയ്സസാണ്. പിന്നെ നമുക്ക് നല്ലത് അവിടെ കൊണ്ടിറക്കിയിട്ട് വാതിക്കൽ ഒരിടത്ത് ഇരുന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുസ്തകമൊക്കെ വായിച്ച് തീർക്കാനുള്ള സമയം ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതിയാവും. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഒരുപാട് ചോയ്സസ് ഉള്ള ലോകമാണ്.
ഇപ്പം ക്രിസ്തുവിൻ്റെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരുന്നു? അത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പുകളൊക്കെ വല്ലാതെ പാളിപ്പോകുന്നുണ്ട് കുഞ്ഞുങ്ങളെ, കേട്ടോ. അതൊരു സത്യമാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് വേണ്ടി നല്ലത് തിരഞ്ഞെടുക്കാനുള്ള വിവേകമൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ് ചെറുപ്പം മുതലേ ഉള്ളത്. പിന്നെ വലുതായി കഴിയുമ്പോൾ മാത്രം എനിക്കുള്ള ആളിനെ ഞാനങ്ങ് തിരഞ്ഞെടുത്തോളാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്തിനാണ്? അത് തെറ്റാണ്. പരിപൂർണമായി ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ തെറ്റിപ്പോകുന്നുണ്ട് ഒരുപാടെണ്ണം. ഞാൻ ദേവലോക അരമനയിൽ 12 വർഷം ബാബാതിരുമേനിയുടെ ഓഫീസിൻ്റെ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്ത ഒരച്ഛനാണ്. ഒരു വർഷം 330 മുകളിൽ വിവാഹമോചനങ്ങളാണ് കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് പാളിപ്പോയതാണ്. തെരഞ്ഞെടുപ്പുകൾ പാളിപ്പോയതാണ്. ഒരുപാട് ജീവിതത്തിലെല്ലാം നേടിയ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം സമാധാനപൂർവ്വം ജീവിക്കേണ്ട കാലഘട്ടങ്ങളിൽ മക്കളുടെ വിവാഹമോചനത്തിൻ്റെ ഫയലുമായിട്ട് ജീവിതത്തിൽ തോറ്റുപോയ മുഖഭാവത്തോടെ നമ്മുടെ മുമ്പിൽ വന്ന് ഏങ്ങലടിച്ച് കരയേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ പാളിപ്പോയതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം. ജലാലുദ്ദീൻ റൂമി അദ്ദേഹം പറയുന്നുണ്ട്, അശ്രദ്ധ കൊണ്ട് പദഭ്രംശം വന്ന യാത്രക്കാരാ, ഇനിയും വൈകിയിട്ടില്ല. വിശ്വാസത്തിൻ്റെ ആ നൂലിടയിൽ നിൻ്റെ കാലിലൊരു കെട്ടിടും, നിൻ്റെ ആത്മാവ് നിനക്ക് നഷ്ടമാകാതിരിക്കട്ടെ. തിരഞ്ഞെടുപ്പുകൾ പാളിപ്പോയിട്ട് ആത്മാക്കൾ നഷ്ടമാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകരുത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു ലേഖനമാണ്, വീട്ടിൽ കുട്ടികളെ കാണാതായാൽ പള്ളിയിൽ കണ്ടെത്താൻ കഴിയുമോ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഖനം വായിച്ചതാണ്. അതിലെഴുതിയിരിക്കുന്ന ഒരു കഥ ഇപ്രകാരമാണ്. സംഭവമാണ്. ഒരു അച്ഛൻ എഴുതിയിരിക്കുന്നതാണ്. ബാംഗ്ലൂരിലെ ഒരു ബസിലിക്ക ദേവാലയമാണ്. പകൽ സമയത്തൊന്നും ആരും അവിടെ അങ്ങനെ വരാറില്ല. പ്രത്യേകിച്ച് ബാംഗ്ലൂർ വളരെ തിരക്കുള്ള ഒരു നഗരമാണ്. പകൽ സമയത്തൊന്നും പള്ളി വന്ന് പ്രാർത്ഥിക്കാൻ അധികം പേര് അവിടെ ഉണ്ടാവാറില്ല. പക്ഷേ അച്ഛൻ പള്ളിമേടയിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു 11 മണി സമയത്ത് 2 പെൺകുട്ടികൾ ഒരു മോട്ടോർ ബൈക്കിൽ പള്ളിക്കകത്തേക്ക് കയറി പോകുന്നത് കണ്ടു. മോട്ടോർ ബൈക്കിലല്ല, മോട്ടോർ ബൈക്ക് വെളിയിൽ വെച്ചിട്ട് പള്ളിക്കകത്തേക്ക് കയറി പോകുന്നതാണ്. അപ്പം അച്ഛൻ കുറേ നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ബൈക്ക് വെളിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ പോയിട്ടില്ല. ഇനി എന്തെങ്കിലും സങ്കടം വല്ലതും കുഞ്ഞുങ്ങൾക്കുണ്ടോയെന്ന് അറിയാൻ അച്ഛൻ കത്തോലിക്ക പള്ളിയാണ്, മേടയിൽ നിന്ന് ഇറങ്ങി വന്ന് പള്ളിക്കകത്ത് നോക്കിയപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കാണുന്നില്ല. പള്ളിയുടെ വെളിയിൽ ഇതുപോലെയുള്ള ഒരു ചാർത്തുണ്ട്. നമ്മുടെ മിക്കവാറും ഒക്കെ അവിടെ ആണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെയുള്ള ചാർത്തുകളിൽ പുറകിലെ അറ്റത്ത് 2 ബെഞ്ചിൽ ഈ കുഞ്ഞുങ്ങൾ പോയി ഇരിക്കുന്നത് കണ്ടു. അച്ഛൻ ഇനി ഇവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോയെന്ന് അറിയാൻ അടുത്ത് ചെന്നപ്പോൾ ഇവർ അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ്. അവരോട് അന്വേഷിച്ചപ്പോഴാണ് വെറും ഐസ്ക്രീം അല്ല, മയക്കുമരുന്ന് കലർത്തിയ ഐസ്ക്രീം കഴിക്കുകയാണ്. അപ്പം നോക്കൂ. എന്നിട്ട് ആ ലേഖനം അവസാനിക്കുന്ന ഇപ്രകാരമാണ്: പണ്ടൊക്കെ വീട്ടിൽ കുട്ടികളെ കാണാതായാൽ മാതാപിതാക്കൾ പറയുമായിരുന്നു, എടാ അവൻ ആ പള്ളിയുടെ അടുത്ത് എവിടെയെങ്കിലും കാണും. അത് പണ്ടത്തെ ഒരു ബോധ്യമായിരുന്നു. കാര്യം കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതം വെളിയിലൊന്ന് പോയി പറഞ്ഞിരിക്കാൻ പിന്നുള്ളൊരു സ്ഥലം എവിടെയാണ്? പള്ളിയാണ്. പക്ഷെ ഇപ്പോഴും കുഞ്ഞുങ്ങളെ പള്ളി കണ്ടെത്താൻ കഴിയും. പക്ഷെ പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, ലോകത്തിൽ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പള്ളിയെ പോലും ഉപയോഗിക്കുന്ന ഒരു തലമുറ വളർന്നു വരികയാണ്. മിക്കവാറും പള്ളികളിലെ പ്രശ്നം മദ്ബഹായിൽ നിന്ന് കൊയറിലേക്കൊരു പ്രണയം. പാട്ട് പാടുമ്പോൾ അവിടുന്ന് ഹാലിലിയായും ഇവിടുന്ന് ഹാലിലിയൊക്കെ അച്ഛൻ പറഞ്ഞ വാചകമാണ് കേട്ടോ, അതുപോലെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു ഹാലിലിയ, ഒരു ഹാലിലിയ അകത്തു നിന്ന്. അപ്പോൾ രണ്ടും അവസാനം ഓക്കെ ആവുക. ഇപ്പം ഞാൻ പറഞ്ഞത് ഇതല്ല പള്ളി, ഇതിനുള്ളതല്ല പള്ളി. അപ്പോൾ ആ ഗൗരവപൂർവമായ ചിന്ത നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പുകൾ, പള്ളി എന്തിനുള്ളതാണ്? ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ എന്തിനുള്ളതാണ്? ഗൗരവപൂർവം നമ്മുടെ ജീവിതത്തെ കാണുന്നു. കാര്യം നമുക്ക് വീഴ്ചകൾക്കുള്ള വഴി എവിടാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പം മെത്രാപൊലീത്തനായ നമ്മുടെ സക്കേറച്ചൻ സക്രിയാമാർ സേവേറിയോസ് തിരുമേനി എൻ്റെ ബാച്ച്മേറ്റാണ്. ഞാനൊരു മാസം മിക്കപ്പോഴുമൊക്കെ ഞാൻ തയ്യാറായി പോയി 1-2 ദിവസമൊക്കെ മാസത്തിൽ ഇരിക്കാറ്. അങ്ങനെ കഴിഞ്ഞ തവണ പോയ സമയത്ത് അദ്ദേഹം മേൽപ്പെട്ട സ്ഥാനത്തിന് വേണ്ടി ഒരുക്കുവാണ്. എനിക്കൊരു പുസ്തകം വായിക്കാൻ തന്നായിരുന്നു. ഞാനത് KC നാരായണൻ്റെ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൽ ഞാൻ വായിച്ചൊരു സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാനത് നിങ്ങളോട് പറയാം. അതിൽ ഈ മഹാഭാരതത്തിലെ അവസാന ഭാഗമാകുമ്പോൾ കിട്ടിയ അധികാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് യുധിഷ്ഠിരൻ പഞ്ചപാണ്ഡവരും ദ്രൗപദിയും സ്വർഗം തേടി മോക്ഷം തേടിയുള്ള യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. അപ്പം അവരിറങ്ങി ഏറ്റവും മുമ്പിൽ യുധിഷ്ഠിരനാണ്, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ദ്രൗപദി. അങ്ങനെ ഓരോരുത്തർ ഒറ്റ ലൈനായിട്ട് പോവുകയാണ്. ഏറ്റവും മുന്നിൽ യുധിഷ്ഠിരനാണ്, ഏറ്റവും പുറകിൽ ദ്രൗപദിയാണ്. ദ്രൗപദി
കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ ദ്രൗപദി മരിച്ചു വീഴുകയാണ്. അപ്പം യുധിഷ്ഠിരൻ്റെ പുറകിൽ പോകുന്ന ഭീമൻ ഇത് കണ്ടിട്ട് ധർമ്മപുത്രരോട് ചോദിക്കുന്നുണ്ട്, നമ്മളെ 5 പേരെയും നന്നായി നോക്കിയതല്ലേ അവൾ, എന്താണ് അവൾ വീണു പോകുന്നത്? ഇപ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ ധർമ്മപുത്രർ പറയും, നമ്മൾ 5 പേരും അവൾക്ക് ഭർത്താവായിരുന്നുവെങ്കിലും അവൾക്ക് അർജുനനോട് പ്രത്യേകമായൊരു മമതയുണ്ടായിരുന്നു. ആ പക്ഷാഭേദമാണ് അവളുടെ മരണത്തിന് കാരണം, അവളുടെ വീഴ്ചയ്ക്ക് കാരണം അതാണ്. കുറച്ച് പിന്നീട് നടക്കുമ്പോൾ സഹദേവൻ വീണ് മരിക്കുകയാണ്. അപ്പോഴും ഭീമൻ ചോദിക്കും, അയ്യോ നമ്മളെ നല്ലപോലെ നോക്കിയ നമ്മുടെ കുഞ്ഞല്ലേ, എന്താണ് അവൻ മരിച്ചു പോകുന്നത്? അപ്പോൾ ധർമ്മപുത്രർ പറയും, തന്നോളം അറിവുള്ളവനായി മറ്റാരും ഇല്ലെന്ന് അവൻ കരുതി, അതാണ് അവൻ്റെ പാപം, അതുമൂലമാണ് അവൻ വീണ് മരിക്കുന്നത്. പിന്നീട് വീഴുന്ന നകുലനാണ്. അപ്പോഴും യുധിഷ്ഠിരൻ പറയും, തന്നോളം സൗന്ദര്യം മറ്റാർക്കും ഇല്ലെന്ന് അവൻ കരുതി, അതിൽ അഹങ്കരിച്ചു, അതുകൊണ്ടാണ് അവൻ വീഴുന്നത്. അത് കഴിഞ്ഞ് അർജുനനാണ് വീഴുന്നത്. അപ്പോഴും ചോദിക്കും, വില്ലാളി വീരനായിരുന്നല്ലോ അവനും വീഴുന്നത് എന്താണ്? ഇപ്പോൾ പറയും, അവൻ വലിയ വീരത്വമുള്ളവനാണെന്ന് മേനി പറഞ്ഞു, എന്നാൽ അവസരത്തിൽ അത് ഉപയോഗിച്ചതുമില്ല, അവൻ്റെ വമ്പ് പറച്ചിൽ മൂലമാണ് അവൻ വീഴുന്നത്. അത് കഴിഞ്ഞ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഭീമനും വീഴുകയാണ്. മരിച്ചു വീഴുന്നതിന് മുമ്പ് ഭീമൻ ചോദിക്കും, എല്ലാത്തിനും നിന്നോടൊപ്പം നിന്ന ഞാനും വീഴുകയാണല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയും, നീ വല്ലാതെ ഭക്ഷിച്ചു, നിൻ്റെ കയ്യൂക്കനെക്കുറിച്ച് മേനി പറഞ്ഞു, അതുകൊണ്ടാണ് നീ വീഴുന്നത്. നമ്മൾ വീണു പോകാൻ ഉള്ള തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ചിലർക്ക് സൗന്ദര്യമാണ്, ഇന്നോണം സൗന്ദര്യമുള്ള ആർക്കില്ല. ഇന്ന് തന്നെ 1 മണിക്കൂർ നിന്നിട്ട് വന്നിട്ടുള്ളവർ ഇവിടെ കാണും, ഇല്ലേ? സൗന്ദര്യം നോക്കിയപ്പോൾ സൗന്ദര്യം തന്നോളം അറിവുള്ളവരില്ല എന്ന് കരുതുന്നവരുണ്ടാവും. ഈ പറയുന്ന അച്ഛനൊക്കെ എന്തോ അയാൾക്ക് എന്നാ വിവരമുണ്ട്, ഞാൻ ഇന്നവരെ പഠിച്ചതല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പം തന്നോളം അറിവുള്ളവരില്ല എന്ന് കരുതുന്നവരുണ്ടാകും. തങ്ങൾക്കുള്ള കഴിവുകളുടെ വമ്പത്വം പറയുന്നവരുണ്ടാകും. ഇനി ഒന്നും വേണ്ട, വല്ലാതെ ആഹാരം ഭക്ഷിക്കുന്നവരുണ്ടാകാം. വീഴ്ചയ്ക്കുള്ള കാരണമാണല്ലോ വേദപുസ്തകത്തിലെ ആദ്യ പാപം പോലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ. അതുകൊണ്ട് തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള ജീവിതപാഠം ക്രിസ്തുവിൽ നിന്ന് പഠിക്കണം. 2, ക്രിസ്തുവിൽ നിന്ന് പഠിക്കേണ്ട പാഠം ദൈവിക ബന്ധത്തെ സംബന്ധിച്ചുള്ളൊരു ആത്മീക പാഠമാണ്. ദൈവവുമായുള്ള ബന്ധം. ക്രിസ്തു എങ്ങനെയാണ്? വളരെ തിരക്കുള്ള മനുഷ്യനായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ രാവിലെ മുതൽ ഇറങ്ങിയാൽ വൈകുന്നേരം വരെ രോഗികൾ ഒഴിയാത്ത ആ വിശ്വാസികളുടെ ഇടയിലുള്ള ജീവിതം, തിരക്കുള്ള അത്ര ബിസി ആയിട്ടുള്ള മിനിസ്ട്രി ആയിരുന്നു 3.5 വർഷക്കാലം ക്രിസ്തുവിൻ്റെ. പക്ഷേ അത്രയും തിരക്കുള്ള ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സുവിശേഷന്മാർ അനവധി തവണ കോറിയിടുന്നൊരു വാക്യമുണ്ട്. പ്രത്യേകിച്ച് മർക്കോസ് 11:19 അത് പറയുന്നുണ്ട്, സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ടുപോകും. എത്ര തിരക്കുണ്ടെങ്കിലും അവൻ നഗരം വിട്ട് മലയുടെ മുകളിൽ പ്രാർത്ഥിക്കുവാൻ പോകും. ദൈവിക ബന്ധത്തിൻ്റെ പാഠം. ഇന്ന് നമ്മളൊക്കെ പ്രാർത്ഥന ഒഴിവാക്കാൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് അവർ വർക്ക് ഫോർ പ്രെയർ. നമ്മുടെ ജോലി തീർന്നിട്ട് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് നമ്മൾ പറയും. പഠിത്തം തീർന്നിട്ട് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് പറയും. മാറ്റിവെക്കുന്നതും സമയമില്ലാത്തതും പ്രാർത്ഥന മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയുടെ ബോധ്യം, ദൈവബന്ധത്തിൻ്റെ ബോധ്യം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവഭക്തിയെ ഇഷ്ടപ്പെടുന്ന യൗവനം ഉണ്ടാകണം. ഞാനതാ പറഞ്ഞത്, ദൈവം ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അതാണ്. സഹദേവന്മാർ, നമുക്കറിയാം ഗീവർഗീസ് സഹദായ്ക്ക് 28 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഗീവർഗീസ് സഹദായെ നമ്മൾ വിശുദ്ധനായിട്ടൊക്കെ കാണുന്നത് 28 വയസ്സേ ഉള്ളൂ. അദ്ദേഹം രക്തസാക്ഷിയാകുമ്പോൾ അവരുടെ ജീവിതത്തെ പറ്റി എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ശീമാ നമസ്കാരം വ്യാഴം ശീമ സന്ധ്യയിൽ ചൊല്ലുന്നുള്ളത്. അവരുടെ ജീവിതത്തിൻ്റെ പ്രസക്തി എന്തായിരുന്നു? ദൈവബന്ധമാണ്. അവർ പാടുന്ന ഇപ്രകാരമാണ്, പൂർണ്ണമനസാൽ മശിഹായി സ്നേഹി ചൈഹികമാനശ്വര ബഹുമാനത്തവെടിൻ ആത്മാർത്ഥതയാ ദൈവികമാകും ഭക്തിയെ ഇഷ്ടപ്പെട്ടോരാം സഹദേന്മാർദൻ. എന്തൊക്കെയാണ്? പൂർണ്ണ മനസ്സാൽ മശിഹായെ സ്നേഹിച്ചു, ഐഹികമായ നശ്വര ബഹുമാനങ്ങളെ വെടിഞ്ഞു, ആത്മാർത്ഥതയാൽ ദൈവഭക്തിയെ ഇഷ്ടപ്പെട്ടു. ഇതാണ് യൗവനത്തിൽ സഹതായായ ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരൻ നമുക്ക് കാട്ടിത്തരുന്ന പാഠം. അതുകൊണ്ട് അവനോട് ചേർന്നിരിക്കുന്ന ജീവിതാനുഭവങ്ങളുണ്ടാണ്. അങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് ആഴമുള്ള ഭക്തിജീവിതം കാണുകയുള്ളൂ കേട്ടോ. ആഴമുള്ള ഭക്തിജീവിതം. ഈ തുളസി എന്നൊരു കവിത ONV എഴുതിയിട്ടുണ്ട്. തുളസി. ഈ തുളസിയുടെ പ്രത്യേകത ഞാനിത് കവിത പറഞ്ഞു കഴിഞ്ഞ് പറയാം. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്,
അറ്റത്ത് വിരിയുന്ന പൂക്കളിൽ മാത്രം ഇറ്റിറ്റ് നിൽക്കുന്നതല്ല, അടിതൊട്ടറ്റത്തോളവും തണ്ടിലും തളിരിലും പാഴിലകളിൽ പോലും തൻ കരൾതാരിൻ ഗന്ധം തുളുമ്പിത്തുടിക്കുന്നു. തുളസിയെപ്പറ്റി പറയുന്നതാണ്, തുളസിക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഈ ഇലകളിൽ മാത്രമല്ല അതിൻ്റെ ഗന്ധമുള്ളത്. തുളസി ഇലയുടെ എന്തും, തുളസിയുടെ ചെടിയുടെ എന്ത് കാര്യവും അടി തൊട്ട് അറ്റത്തോളവും പാഴിലകളിൽ പോലും ഞെരടിയാൽ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? തുളസിയുടെ സുഗന്ധം കിട്ടും. ഇന്ന് നമ്മുടെ ആത്മീയത പലപ്പോഴും ഉപരിപ്ലവമാണ്. പള്ളി വരുമ്പോൾ ഒരു മുഖം, വീട്ടിൽ പോയാൽ മറ്റൊരു മുഖം, കോളേജിൽ പോകുമ്പോൾ വേറൊരു മുഖം. ഇനി നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ ഇതിനൊക്കെ അപ്പുറം പരിതാപകരമായ ജീവിതശൈലി. അപ്പം അതല്ല, അടിതൊട്ടറ്റത്തോളവും ആത്മാവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അണുവിലും ആത്മീയതയുടെ ദൈവാംശത്തിൻ്റെ സൗന്ദര്യത്തെയും സൗരഭ്യത്തെയും പ്രകടിപ്പിക്കുവാൻ തക്കോണം കഴിയുന്ന ഒരു ആത്മീയ ജീവിതം നമുക്കുണ്ടാകണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതൊക്കെ ചെയ്താലും മറ്റൊരു പാഠം കൂടി ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അത് ഭൂമിയെ സ്വർഗമാക്കുന്ന സാമൂഹ്യ പാഠമാണ്. സാമൂഹ്യ പാഠം നമുക്കറിയാം. നമ്മുടെ യുവന പ്രസ്ഥാനത്തിൻ്റെ മോട്ടോ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ആരാധന, പിന്നെ ആരാധന, പഠനം, സേവനം. ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ രാവിലെ മുതൽ വയ്യോളം എന്തൊക്കെ ചെയ്തു എന്നാണ്. അവൻ ദൈവബന്ധത്തിലായിരുന്നു. അവൻ ബോധ്യമായത് സ്വർഗത്തോട് ചേർന്നിരിക്കുന്നത് മാത്രം തിരഞ്ഞെടുത്തു. പക്ഷെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ദൈവരാജ്യത്തെ പറ്റിയുള്ള ശുശ്രൂഷകളിലായിരുന്നു. അപ്പം നമ്മുടെ ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം യൗവനത്തിൽ യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ ഈ സാമൂഹികമായ ഒരു അവബോധം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളിൽ നമുക്കല്ലാതെ ഈ ലോകത്തിന് പ്രയോജനകരമായ എന്തെങ്കിലും ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഞാൻ നിങ്ങളോട് സ്വയപരിശോധന ചെയ്യാൻ പറയുന്നത്, നിങ്ങൾ മൂലം ഒരാളിൻ്റെ മുഖത്ത് ഒരു ചിരി വിടർന്ന ഒരു സന്ദർഭം ഒന്ന് പറയാം. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഒരാൾ നിങ്ങളോട് പറഞ്ഞൊരു മൊമെൻ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നിങ്ങളുടെ ജീവിതം തീർന്നു പോയാൽ അത് വലിയ ദുരന്തമാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ മറ്റ് പല ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഞാൻ ഒരു ഗൗരവവും കൊടുക്കാതെ ചെയ്ത ഒരു ശുശ്രൂഷയിലാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഞാൻ പറയാം. എൻ്റെ വീടിനടുത്തൊരു ചേട്ടൻ 2-3 മക്കളുള്ളതാണ്. പുള്ളി ക്യാൻസർ വന്ന് തൊണ്ടയ്ക്കായിരുന്നു. പെട്ടെന്ന് മരണാസന്നനായി. ഒരു നിവൃത്തിയില്ലായിരുന്നു ജീവിതം പോകാൻ. മറ്റ് സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഞാനവിടെ പോകും, ചിലപ്പോഴും കാണുമ്പോൾ സംസാരിക്കും. പുള്ളിക്ക് അവസാനം സംസാരിക്കാൻ പോലും മേലായിരുന്നു. അങ്ങനെ നിന്നൊരു സാഹചര്യത്തിൽ ഇപ്പം നമ്മുടെ ദേവലോകത്ത് ആദ്ര ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പേർക്ക് ഈ ഭക്ഷ്യ കിറ്റ് കൊടുക്കും. ഒരു മാസത്തിൽ കുറേ സാധനങ്ങളൊക്കെ ചേർന്ന് കിറ്റ്. ഒരു ദിവസം ഞാൻ വീട്ടിലോട്ട് പോകുമ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് പോലുമല്ലോ, ഇന്നിപ്പോൾ അവിടുത്തെ സാർ എന്നോട് പറഞ്ഞു, അച്ഛാ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഒരു കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കിറ്റ് എടുത്ത് എൻ്റെ സ്കൂട്ടറിൻ്റെ മുകളിൽ വെച്ച് ഞാൻ പോകുന്ന വഴി ഈ ചേട്ടൻ്റെ വാതൊക്കെ ഈ സ്കൂട്ടർ നിർത്തിയിട്ട് ഈ കിറ്റുമായിട്ട് ഞാൻ അകത്ത് കയറി. ആ ചേച്ചി ഇത് മേടിച്ച് വെച്ചിട്ട് അവരെന്നോട് പറഞ്ഞു, അച്ഛൻ ദൈവം അച്ഛൻ, അച്ഛൻ ദൈവം അച്ഛൻ. എൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടാകാം, ക്ലാസ് നടത്തിയിട്ടുണ്ടാകാം. ഞാൻ ഒന്നും ചെയ്യാതെ ഞാൻ 10 പൈസ അതിന് മുടക്കിയിട്ടില്ല. എന്നോട് വേറൊരാൾ പറഞ്ഞ് അത് പോകുന്ന വഴി എവിടെയെങ്കിലും അത് കൊടുത്തിട്ട് പോകണമല്ലോ എന്ന് കരുതി. പക്ഷെ അവർക്കത് അതുപോലെ നീഡായിരുന്നു, അതുപോലെ ആവശ്യമായിരുന്നു. ആ സന്ദർഭത്തിൽ നമ്മളത് ചെയ്തപ്പോഴേക്കും അറിയാതെ അവർ പറയുകയാണ്, അച്ഛൻ ദൈവമാച്ചാ, ഞാൻ ദൈവമായതുകൊണ്ടല്ല. പക്ഷെ ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ദൈവമാകാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ ആകേണ്ട ഒരു ജീവിതമാണ് ക്രിസ്തു നമുക്ക് കാട്ടിത്തരുന്നത്. ആ ഒരു ജീവിതത്തിൻ്റെ സാമൂഹ്യ പാഠം കൂടി നമ്മൾ ആലോചിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതാണ് ഭാരതത്തിലെ നമ്മുടെ മിനിസ്ട്രിക്ക് ആവശ്യം. സ്റ്റാൻലി ജോൺസ് മാരാമൺ കൺവെൻഷനൊക്കെ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ള സുവിശേഷകനാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ക്രൈസ്റ്റ് ഓൺ ദ ഇന്ത്യൻ റോഡ്, ഭാരതീയ പാതയിലെ ക്രിസ്തു. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, വി മസ്റ്റ് നോട്ട് മിയർലി ടോക്ക് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വി മസ്റ്റ് ബ്രിങ് ഹിം ആസ് എ ലിവിങ് വൈറ്റൽ റിയാലിറ്റി, ആസ് ക്ലോസ് ആസ് അവർ ബ്രീത്തിങ് ആൻഡ് ആസ് നിയർ ആസ് അവർ ഹാൻഡ് ആൻഡ് ഫീറ്റ്. അതായത് ഇനിയും ഭാരതത്തിൽ നമ്മളിങ്ങനെ വെറുതെ ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഇന്നും ജീവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് ക്രിസ്തുവെന്ന് നമ്മുടെ ശുശ്രൂഷകളിലൂടെ കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നൊരു മിനിസ്ട്രി. അത് ചെയ്യാൻ കഴിയുന്നത് വിഭജന പ്രസ്ഥാനത്തിനാണ്. ആ ഒരു അവബോധത്തിൽ
നമ്മുടെ ശുശ്രൂഷകളെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം കഴിയണം. അതുകൊണ്ട് ഈ ഒരു ഭൂമിയെ സ്വർഗമാക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു സാമൂഹിക പാഠം കൂടി നമ്മൾ അഭ്യസിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രവൃത്തിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുന്ന ജീവിതം ഓരോ യൗവനക്കാരനിലും ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ആ ഒരു നിലയിലുള്ളൊരു ശുശ്രൂഷ മനോഭാവം നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ശുശ്രൂഷകളെയും ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന, അവനോട് പങ്കുവെക്കുന്ന ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷകൾ അർത്ഥവത്തായി തീരുന്നത്. നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നവരാണല്ലോ. ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വെളിയിലിറങ്ങി വീട്ടിൽ പോകുമ്പോൾ ചുമ്മാതെ യൂട്യൂബിൽ അജിന ജോർജ് എന്ന് അടിച്ചു നോക്കണം. അജിന ജോർജ്. അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അജിന ജോർജ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഒരാളിൻ്റെ മരണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ വിശുദ്ധയാക്കുവാൻ തക്കവണ്ണമുള്ള ഡോക്യുമെൻറ്റേഷൻ ആരംഭിച്ച ഒരു പെൺകുട്ടിയുടെ. അത് വിദേശത്തെങ്ങുള്ള ആളല്ല, നമ്മുടെ എറണാകുളത്തുള്ള തൈക്കുടം പള്ളിയിൽ ഏതാണ്ട് 5-6 മാസങ്ങൾക്ക് മുമ്പ് ശവസംസ്കാരം ചെയ്യപ്പെട്ടൊരു പെൺകുട്ടിയാണ്. 28 വയസ്സേ ഉള്ളൂ. അവരുടെ സംഘടനയുടെ പേര് നിങ്ങൾക്കറിയാമല്ലോ, ജീസസ് യൂത്ത് എന്നാണ്. നമ്മുടെ MGOCS പോലെ ജീസസ് യൂത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. ഇനി നിങ്ങൾ അത് വായിച്ച് നോക്കി ആ യൂട്യൂബിലെ വീഡിയോകൾ കാണുമ്പോൾ അതിനെ പഠിപ്പിച്ച അധ്യാപകരായ അച്ഛന്മാരുണ്ട്, അവിടെ കൂടെ പഠിച്ച അക്രൈസ്തവരായ കൂട്ടുകാരുടെ സാക്ഷ്യങ്ങളും അതിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തലക്കെട്ട് ക്യാമ്പസിലെ ആത്മീയ വിപ്ലവം എന്നാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാം, എനിക്ക് കൊതിയാണ് നമ്മുടെ സഭയിലെ ഒരു യൗവനക്കാരനെ പറ്റി, ഒരു യുവതിയെപ്പറ്റി എന്നാണ് ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടാകുന്നത്. ആ ഒരു സാധ്യതയാണ് ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിടുന്നത്. ഇത് നമ്മളെപ്പോലെ ജീവിച്ചൊരു പെൺകുട്ടിയാണ്. അവളെപ്പറ്റി പഠിപ്പിച്ച അച്ഛൻ പറയുകയാണ്, ഇത്രത്തോളം ഈ ക്യാമ്പസ് ജീവിതത്തിൽ യേശുവിന് സാക്ഷ്യം നിന്ന മറ്റൊരു പെൺകുട്ടിയില്ല. സഹപാഠിയായ ഹിന്ദു ഒരു പെൺകുട്ടി പറയുകയാണ്, ഇത്രത്തോളം ഞങ്ങളെ ദൈവത്തോട് ചേർത്ത് നിർത്തിയ മറ്റൊരു പെൺകുട്ടിയില്ല. കോളേജിൽ ജോലി കിട്ടിയ ദിവസം അവൾക്ക് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുകയാണ്, അധ്യാപികയായി ജോലി കിട്ടിയ ദിവസം. പക്ഷെ അവളെ സഹനം മാറാൻ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചില്ല. കോളേജിൽ നിന്ന് എല്ലാവരും ടൂർ പോകുന്ന സമയത്ത് അവൾ നിർബന്ധം പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ടൂറിന് വരുത്തുള്ളൂ. അവിടെ നിർബന്ധത്തിന് വഴങ്ങി എല്ലാവരും ഒരുമിച്ച് കുർബാന അറ്റൻഡ് ചെയ്യത്തക്കോണം പള്ളി ക്രമീകരിച്ചതിന് ശേഷമാണ് ആ ടൂറിൽ പോലും അജിന പോയത്. ക്യാൻസറിൻ്റെ അവസാന സമയത്ത് മുഖം വിരൂപമായി, മൂക്കറ്റുപോയി, ഒരു ഭാഗത്ത് മാംസം ഉണ്ടായിരുന്നില്ല. പല്ലുകളും മോണയുമൊക്കെ വെളിയിൽ കാണുമ്പോഴും ആ തീവ്രവേദനയുടെ സമയത്ത് ഒരു ഷാള് കൊണ്ട് മുഖം മൂടി വീടിനടുത്തുള്ള പള്ളിയിലേക്ക് അവൾ നടന്നു പോകുമായിരുന്നു. അവസാനം 7 ദിവസം അവളെ ആശുപത്രിയിൽ കുർബാന കൊടുക്കുവാൻ നിർബന്ധിച്ചു. ട്യൂബിലൂടെയും കുർബാന കൊടുക്കുവാൻ കുർബാന അവിടെ അരളിക്കായ്ക്കകത്ത് കൊണ്ടുവരുമ്പോൾ അത് വെച്ചിട്ട് 1 മണിക്കൂർ നേരം അതിനു മുമ്പിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മരണം കടന്നു വരുന്ന അവസാന 7 ദിവസങ്ങളിലും അജിന കടന്നു പോയത്. അത് കണ്ടിട്ടാണ് മരിച്ച് 1 മാസം കഴിയുന്നതിന് മുമ്പേ അവളെപ്പറ്റിയുള്ള ഡോക്യുമെൻറ്റേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. നാളെ നിർബന്ധമായും കത്തോലിക്ക സഭയുടെ വിശുദ്ധിയായി ആ കുഞ്ഞ് ഉയർത്തപ്പെടും. ഞാനിത് പറഞ്ഞത് മലങ്കര സഭയിലും അങ്ങനെയുള്ള യുവാക്കളായ യുവതികളായ വിശുദ്ധന്മാരുണ്ടാകണം. ഹോളിനെസ് ഈസ് ലെറ്റ് ഗോഡ് റൈറ്റ് യുവർ ഹിസ്റ്ററി എന്ന് പറഞ്ഞത് പോപ്പ് ഫ്രാൻസിസ് ആണ്. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തെ കൊണ്ട് നിങ്ങളുടെ ചരിത്രം എഴുതിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം ചരിത്രം എഴുതുന്ന കുഞ്ഞുങ്ങളായി, വിശുദ്ധരായ യൗവനക്കാരായി, ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതം നയിക്കുന്ന മക്കളായി ഈ ലോകത്തിലായിരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എനിക്കിതിനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും ഫിലിപ്പിനോടും എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.